യേശുവിന്റെ പുസ്തകം 1. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളിച്ചെയ്തതു. എന്റെ ദാസനായ മോശെ മരിച്ചു, ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ടു യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നുപോകുവിൻ. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. മരുഭൂമിയും ഈ ലെബാനോനും തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും ഹിത്യരുടെ ദേശം ഒക്കെയും പടിഞ്ഞാറു മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിരായിരിക്കും. നിന്റെ ജീവകാലത്തു ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യവും ഉള്ളവായിരിക്ക, ഞാൻ അവർക്ക് കൊടുക്കുമെന്നു അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിനു അവകാശമായി വിഭാഗിക്കും. എന്റെ ദാസനായ മോശെ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ചു നടക്കേണ്ടതെന്നു നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്ക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതെന്നു അത് വിട്ടു ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുതു. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളതു നിന്റെ വായിൽ നിന്നു നീങ്ങിപ്പോകരുതു. അതിൽ എഴുതിയിരിക്കുന്നതുപോലെ ഒക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതെന്നു നീ രാവും പകലും അതു ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവായിരിക്ക. ഭയപ്പെടരുതു, ഭ്രമിക്കുകയും അരുതു എന്നു ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. എന്നാറേ യോശുവ ജനത്തിന്റെ പ്രമാണികളോട് കൽപ്പിച്ചതു. പാളയത്തിൽ കൂടി കടന്നു ജനത്തോടു, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്കു അവകാശമായി തരുന്ന ദേശം കൈവശമാക്കുവാൻ ചെല്ലേണ്ടതെന്നു നിങ്ങൾ 3 ദിവസം കഴിഞ്ഞിട്ടു യോർദാനക്കരെ കടക്കേണ്ടതാകയാൽ ഭക്ഷണസാധനം ഒരുക്കിക്കൊള്ളുവിൻ എന്നു കൽപ്പിപ്പിൻ. പിന്നെ യോശുവ രൂബേന്യരോടും ഗാദ്യരോടും മനശ്ശെയുടെ പാതിഗോത്രത്തോടും പറഞ്ഞതു എന്തെന്നാൽ, യഹോവയുടെ ദാസനായ മോശെ നിങ്ങളോട് കൽപ്പിച്ച വചനം ഓർത്തുകൊള്ളുവിൻ. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് സ്വസ്ഥത നൽകി ഈ ദേശവും തന്നിരിക്കുന്നു. നിങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുകുട്ടികളും നിങ്ങളുടെ കന്നുകാലികളും യോർദാനിക്കരെ മോശെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ദേശത്തിരിക്കട്ടെ. എന്നാൽ നിങ്ങളിൽ യുദ്ധപ്രാപ്തന്മാരായവർ ഒക്കെയും സന്നദ്ധരായി നിങ്ങളുടെ സഹോദരന്മാർക്കു മുമ്പായി കടന്നുചെന്നു. യഹോവ നിങ്ങൾക്കു എന്നപോലെ നിങ്ങളുടെ സഹോദരന്മാർക്കും സ്വസ്ഥത നൽകുകയും നിങ്ങളുടെ ദൈവമായ യഹോവ അവർക്ക് കൊടുക്കുന്ന ദേശം അവർ കൈവശമാക്കുകയും ചെയ്യുവോളം അവരെ സഹായിക്കണം. അതിന്റെ ശേഷം നിങ്ങൾ യഹോവയുടെ ദാസനായ മോശെ കിഴക്കു യോർദാനിക്കരെ നിങ്ങൾക്ക് തന്നിട്ടുള്ള അവകാശദേശത്തേക്ക് മടങ്ങി വന്നു അതിനെ അനുഭവിച്ചുകൊള്ളേണം. അവർ യോശുവയോടു, നീ ഞങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും ഞങ്ങൾ ചെയ്യും, ഞങ്ങളെ അയക്കുന്നിടത്തൊക്കെയും ഞങ്ങൾ പോകും. ഞങ്ങൾ മോശയെ സകലത്തിലും അനുസരിച്ചതുപോലെ നിന്നെയും അനുസരിക്കും. നിന്റെ ദൈവമായ യഹോവ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരുന്നാൽ മതി. ആരെങ്കിലും നിന്റെ കൽപ്പന മറുക്കുകയും നീ കൽപ്പിക്കുന്ന യാതൊന്നിലും നിന്റെ വാക്കു അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ മരിക്കണം. ഉറപ്പും ധൈര്യവുമുള്ളവനായി മാത്രമിരുന്നാലും എന്നു ഉത്തരം പറഞ്ഞു. യേശുവിന്റെ പുസ്തകം 2. അനന്തരം നൂന്റെ മകനായ യോശുവ രഹസ്യമായി ഒറ്റുനോക്കേണ്ടതിനു ശിത്തീമിൽ നിന്നു 2 പേരെ അയച്ചു. നിങ്ങൾ പോയി ദേശവും യെരീഹോ പട്ടണവും നോക്കിവരുവിൻ എന്നു പറഞ്ഞു. അവർ പുറപ്പെട്ടു രാഹാബ് എന്നു പേരുള്ള ഒരു വേശ്യയുടെ വീട്ടിൽ ചെന്നു അവിടെ പാർത്തു. ഇസ്രായേൽ മക്കളിൽ ചിലർ ദേശത്തെ ശോധന ചെയ്യുവാൻ രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്നു എന്നു യെരീഹോ രാജാവിനു അറിവു കിട്ടി. യെരീഹോ രാജാവു രാഹാബിന്റെ അടുക്കൽ ആളയച്ചു, നിന്റെ അടുക്കൽ വന്നു വീട്ടിൽ കയറിയിരിക്കുന്ന മനുഷ്യരെ പുറത്തിറക്കിത്തരിക, അവർ ദേശമൊക്കെയും ഒറ്റുനോക്കുവാൻ വന്നവരാകുന്നു എന്നു പറയിച്ചു. ആ സ്ത്രീ അവരെ 2 പേരെയും കൂട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചിട്ടു. അവർ എന്റെ അടുക്കൽ വന്നിരുന്നു, എങ്കിലും എവിടത്തുകാർ എന്നു ഞാൻ അറിഞ്ഞില്ല. ഇരുട്ടായപ്പോൾ പട്ടണവാതിൽ അടയ്ക്കുന്ന സമയത്തു അവർ പുറപ്പെട്ടുപോയി. എവിടേക്ക് പോയി എന്നു ഞാൻ അറിയുന്നില്ല. വേഗത്തിൽ അവരുടെ പിന്നാലെ ചെല്ലുവിൻ, എന്നാൽ അവരെ കണ്ടുപിടിക്കാം എന്നു പറഞ്ഞു. എന്നാൽ അവൾ അവരെ വീട്ടിൻ മുകളിൽ കൊണ്ടുപോയി അവിടെ അടുക്കിവച്ചിരുന്ന ചണത്തണ്ടുകളുടെ ഇടയിൽ ഒളിപ്പിച്ചിരുന്നു. ആ ആളുകൾ യോർദാനിലേക്കുള്ള വഴിയായി കടവുകൾ വരെ അവരെ തിരഞ്ഞുചെന്നവർ പുറപ്പെട്ട ഉടനെ പട്ടണവാതിൽ അടിച്ചു. എന്നാൽ അവർ കിടപ്പാൻ പോകും മുമ്പേ അവൾ മുകളിൽ അവരുടെ അടുക്കൽ ചെന്നു അവരോട് പറഞ്ഞതു, യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങളെയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു. ഈ ദേശത്തിലെ നിവാസികൾ എല്ലാവരും നിങ്ങളുടെ നിമിത്തം ഉരുകിപ്പോകുന്നു എന്നു ഞാൻ അറിയുന്നു. നിങ്ങൾ മിസ്രയീമിൽ നിന്നു പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്കു വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും യോർദാനക്കരെ വെച്ചു നിങ്ങൾ നിർമൂലമാക്കിയ സീഹോൻ, ഓഗ് എന്ന 2 അമോറിയ രാജാക്കന്മാരോട് ചെയ്തതും ഞങ്ങൾ കേട്ടു.
കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി, നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗ്ഗത്തിലും താഴെ ഭൂമിയിലും ദൈവം ആകുന്നു. ആകയാൽ ഞാൻ നിങ്ങളോട് ദയ ചെയ്തുകൊണ്ട് നിങ്ങളും എന്റെ പിതൃഭവനത്തോട് ദയ ചെയ്തു. എന്റെ അപ്പനെയും അമ്മയെയും എന്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും അവർക്കുള്ള സകലത്തെയും ജീവനോടെ രക്ഷിച്ചു ഞങ്ങളുടെ ജീവനെ മരണത്തിൽ നിന്നു വിടുവിക്കുമെന്നു യഹോവയെ ചൊല്ലി എന്നോട് സത്യം ചെയ്യുകയും ഉറപ്പുള്ള ഒരു ലക്ഷ്യം തരികയും വേണം. അവർ അവളോടു, ഞങ്ങളുടെ ഈ കാര്യം നിങ്ങൾ അറിയിക്കാതെയിരുന്നാൽ നിങ്ങളുടെ ജീവനു പകരം ഞങ്ങളുടെ ജീവൻ വെച്ചുകൊടുക്കും. യഹോവ ഈ ദേശം ഞങ്ങൾക്കു തരുമ്പോൾ ഞങ്ങൾ നിന്നോട് ദയയും വിശ്വസ്തതയും കാണിക്കും എന്നു ഉത്തരം പറഞ്ഞു. എന്നാറെ അവൾ അവരെ കിളിവാതിലൂടെ ഒരു കയറുകെട്ടി ഇറക്കി. അവളുടെ വീട് കോട്ടമതിലിന്മേൽ ആയിരുന്നു. അവൾ മതിലിന്മേൽ പാർത്തിരുന്നു. അവൾ അവരോടു, തിരിഞ്ഞുപോയവർ നിങ്ങളെ കണ്ടുപിടിക്കാതിരിക്കേണ്ടതെന്നു നിങ്ങൾ പർവ്വതത്തിൽ കയറി അവർ മടങ്ങിപ്പോരുവോളം 3 ദിവസം അവിടെ ഒളിച്ചിരിപ്പിൻ. അതിന്റെ ശേഷം നിങ്ങളുടെ വഴിക്ക് പോകാം എന്നു പറഞ്ഞു. അവർ അവളോട് പറഞ്ഞതു, ഞങ്ങൾ ഈ ദേശത്തു വരുമ്പോൾ നീ ഞങ്ങളെ ഇറക്കിവിട്ട ഈ കിളിവാതിൽക്കൽ ഈ ചുവപ്പു ചരട് കെട്ടുകയും നിന്റെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും പിതൃഭവനത്തെയൊക്കെയും നിന്റെ അടുക്കൽ വീട്ടിൽ വരുത്തിക്കൊള്ളുകയും വേണം. അല്ലെങ്കിൽ നീ ഞങ്ങളെക്കൊണ്ടു ചെയ്യിച്ച സത്യത്തിൽ നിന്നു ഞങ്ങൾ ഒഴിവുള്ളവരാകും. ആരെങ്കിലും വീട്ടുവാതിലിന്നു പുറത്തിറങ്ങിയാൽ അവന്റെ രക്തം അവന്റെ തലമേൽ ഇരിക്കും. ഞങ്ങൾ കുറ്റമില്ലാത്തവർ ആകും. നിന്നോടുകൂടെ വീട്ടിൽ ഇരിക്കുമ്പോൾ വല്ലവനും അവന്റെ മേൽ കൈവച്ചാൽ അവന്റെ രക്തം ഞങ്ങളുടെ തലമേൽ ഇരിക്കും. എന്നാൽ നീ ഞങ്ങളുടെ കാര്യം അറിയിച്ചാൽ നീ ഞങ്ങളെക്കൊണ്ടു ചെയ്യിച്ച സത്യത്തിൽ നിന്നു ഞങ്ങൾ ഒഴിവുള്ളവർ ആകും. അതിന്നു അവൾ, നിങ്ങൾ പറഞ്ഞതുപോലെ ആകട്ടെ എന്നു പറഞ്ഞു അവരെ അയച്ചു. അങ്ങനെ അവർ പോയി. അവൾ ആ ചുവപ്പുചരട് കിളിവാതിൽക്കൽ കെട്ടി. അവർ പുറപ്പെട്ടു പർവ്വതത്തിൽ ചെന്നു. തിരഞ്ഞുപോയവർ മടങ്ങിപ്പോരുവരെ 3 ദിവസം അവിടെ താമസിച്ചു. തിരഞ്ഞുപോയവർ വഴിനീളെ അവരെ അന്വേഷിച്ചു, കണ്ടില്ലതാനും. അങ്ങനെ അവർ ഇരുവരും പർവ്വതത്തിൽ നിന്നു ഇറങ്ങി അക്കരെ കടന്നു നൂന്റെ മകനായ യോശുവയുടെ അടുക്കൽ ചെന്നു തങ്ങൾക്കു സംഭവിച്ചതു ഒക്കെയും അവനെ അറിയിച്ചു. യഹോവ ദേശമൊക്കെയും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു നിശ്ചയം. ദേശത്തിലെ നിവാസികൾ എല്ലാവരും നമ്മുടെ നിമിത്തം ഉരുകിപ്പോകുന്നു എന്നു അവർ യോശുവയോട് പറഞ്ഞു. യേശുവിന്റെ പുസ്തകം 3. അനന്തരം യോശുവ അതികാലത്തു എഴുന്നേറ്റു. അവനും ഇസ്രായേൽ മക്കൾ എല്ലാവരും ശിത്തീമിൽ നിന്നു പുറപ്പെട്ടു യോർദാനരികെ വന്നു മറുകര കടക്കും മുമ്പേ അവിടെ താമസിച്ചു. 3 ദിവസം കഴിഞ്ഞിട്ടു പ്രമാണികൾ പാളയത്തിൽ കൂടി നടന്നു ജനത്തോട് കൽപ്പിച്ചതെന്തെന്നാൽ, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ടു പുറപ്പെട്ടു അതിന്റെ പിന്നാലെ ചെല്ലേണം. എന്നാൽ നിങ്ങൾക്കും അതിനും ഇടയിൽ 2000 മുഴം അകലം ഉണ്ടായിരിക്കേണം. അതിനോട് അടുക്കരുതു. അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും. ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. പിന്നെ യോശുവ ജനത്തോട് നിങ്ങളെത്തന്നെ ശുദ്ധീകരിപ്പിൻ. യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്നു പറഞ്ഞു. പുരോഹിതന്മാരോട് യോശുവ, നിങ്ങൾ നിയമപെട്ടകം എടുത്തു ജനത്തിനു മുമ്പായി അക്കരെ കടപ്പിൻ എന്നു പറഞ്ഞു. അങ്ങനെ അവർ നിയമപെട്ടകം എടുത്തു ജനത്തിനു മുമ്പായി നടന്നു. പിന്നെ യഹോവ യോശുവയോടു, ഞാൻ മോശയോടുകൂടെ ഇരുന്നപോലെ നിന്നോടുകൂടെയും ഇരിക്കും എന്ന് ഇസ്രായേൽ എല്ലാം അറിയേണ്ടെന്നു ഞാൻ ഇന്നു അവർ കാൺകെ നിന്നെ വലിയവനാക്കുവാൻ തുടങ്ങും. നിയമപെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാനിലെ വെള്ളത്തിന്റെ വക്കത്തു എത്തുമ്പോൾ യോർദാനിൽ നിൽപ്പാൻ കൽപ്പിക്ക എന്നു അരുളിച്ചെയ്തു. യോശുവ ഇസ്രായേൽ മക്കളോടു, ഇവിടെ വന്നു നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേൾപ്പിൻ എന്നു പറഞ്ഞു. യോശുവ പറഞ്ഞതെന്തെന്നാൽ, ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിൽ ഉണ്ടു. അവൻ നിങ്ങളുടെ മുമ്പിൽ നിന്നു കനാന്യർ, ഹിത്യർ, ഹിവ്യർ, പെരിസ്യർ, ഗിർഗശ്യർ, അമോര്യർ, യെബൂസ്യർ എന്നിവരെ നീക്കിക്കളയും എന്നു നിങ്ങൾ ഇതിനാൽ അറിയും. ഇതാ, സർവ്വഭൂമിക്കും നാഥനായവന്റെ നിയമപെട്ടകം നിങ്ങൾക്ക് മുമ്പായി യോർദാനിലേക്ക് കടക്കുന്നു. ആകയാൽ ഓരോ ഗോത്രത്തിൽ നിന്നു ഓരോ ആൾ വീതം ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്നു 12 ആളെ കൂട്ടുവിൻ. സർവ്വഭൂമിയുടെയും നാഥനായ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉടനെ യോർദാനിലെ വെള്ളം 2 പിരിഞ്ഞിട്ടു മേൽനിന്നു ഒഴുകുന്ന വെള്ളം ചിറപോലെ നിൽക്കും. അങ്ങനെ ജനം യോർദാനക്കരെ കടപ്പാൻ തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്നു പുറപ്പെട്ടു. നിയമപെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ജനത്തിനു മുമ്പായി പെട്ടകം ചുമന്നുകൊണ്ടു യോർദാനരികെ വന്നു. കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞു ഒഴുകും. പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ വക്കത്തു മുങ്ങിയപ്പോൾ മേൽ വെള്ളത്തിന്റെ ഒഴുക്കുനിന്നു. സാരെതാന്നു സമീപത്തുള്ള ആദാം പട്ടണത്തിനരികെ ബഹുദൂരത്തോളം ചിറപോലെ പൊങ്ങി അരാബയിലെ കടലായ ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം വാർന്നുപോയി.
ജനം യെരിഹോവിനു നേരെ മറുകര കടന്നു. യഹോവയുടെ നിയമപെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തു ഉറച്ചുനിന്നു. ഇസ്രായേൽ ജനമൊക്കെയും യോർദാൻ കടന്നുതീരുവോളം ഉണങ്ങിയ നിലത്തുകൂടിത്തന്നെ നടന്നുപോയി. യേശുവിന്റെ പുസ്തകം 4. ജനമൊക്കെയും യോർദാൻ കടന്നുതീർന്ന ശേഷം യഹോവ യോശുവയോട് കൽപ്പിച്ചതു എന്തെന്നാൽ, നിങ്ങൾ ഓരോ ഗോത്രത്തിൽ നിന്നു ഓരോ ആൾ വീതം ജനത്തിൽ നിന്നു 12 പേരെ കൂട്ടി അവരോടു യോർദാന്റെ നടുവിൽ പുരോഹിതന്മാരുടെ കാൽ ഉറച്ചുനിന്ന സ്ഥലത്തുനിന്നു 12 കല്ലു എടുത്തു കരയ്ക്ക് കൊണ്ടുവന്നു ഈ രാത്രി നിങ്ങൾ പാർക്കുന്ന സ്ഥലത്തു വെപ്പാൻ കൽപ്പിപ്പിൻ. അങ്ങനെ യോശുവ ഇസ്രായേൽ മക്കളുടെ ഓരോ ഗോത്രത്തിൽ നിന്നു ഓരോ ആൾ വീതം നിയമിച്ചിരുന്ന 12 പേരെ വിളിച്ചു. യോശുവ അവരോട് പറഞ്ഞതു, യോർദാന്റെ നടുവിൽ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ പെട്ടകത്തിനു മുമ്പിൽ ചെന്നു ഇസ്രായേൽ മക്കളുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം നിങ്ങളിൽ ഓരോരുത്തൻ ഓരോ കല്ലു ചുമലിൽ എടുക്കേണം. ഇത് നിങ്ങളുടെ ഇടയിൽ ഒരു അടയാളമായിരിക്കേണം. ഈ കല്ലു എന്തു എന്നു നിങ്ങളുടെ മക്കൾ വരുംകാലത്തു ചോദിക്കുമ്പോൾ യോർദാനിലെ വെള്ളം യഹോവയുടെ നിയമപെട്ടകത്തിന്റെ മുമ്പിൽ 2 പിരിഞ്ഞതു നിമിത്തം തന്നെ എന്നു അവരോട് പറയണം. അതു യോർദാനെ കടന്നപ്പോൾ യോർദാനിലെ വെള്ളം 2 പിരിഞ്ഞതുകൊണ്ട് ഈ കല്ലു ഇസ്രായേൽ മക്കൾക്കു എന്നേക്കും ജ്ഞാപകമായിരിക്കേണം. യോശുവ കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ ചെയ്തു. യഹോവ യോശുവയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കളുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ലു യോർദാന്റെ നടുവിൽ നിന്നു എടുത്തു തങ്ങൾ പാർത്ത സ്ഥലത്തു കൊണ്ടുപോയി വെച്ചു. യോർദാന്റെ നടുവിലും നിയമപെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ നിന്ന സ്ഥലത്ത് യോശുവ 12 കല്ലു നാട്ടി. അവ ഇന്നുവരെ അവിടെ ഉണ്ടു. മോശെ യോശുവയോട് കൽപ്പിച്ചതു ഒക്കെയും ജനത്തോട് പറവാൻ യഹോവ യോശുവയോട് കൽപ്പിച്ചതൊക്കെയും ചെയ്തു തീരുവോളം പെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ നിന്നു. ജനം വേഗത്തിൽ മറുകര കടന്നു. ജനമൊക്കെയും കടന്നു തീർന്നപ്പോൾ ജനം കാൺകെ യഹോവയുടെ പെട്ടകവും പുരോഹിതന്മാരും മറുകര കടന്നു. മോശെ കൽപ്പിച്ചിരുന്നതുപോലെ രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതിഗോത്രവും ഇസ്രായേൽ മക്കൾക്കു മുമ്പായി യുദ്ധസന്നദ്ധരായി കടന്നു. ഏകദേശം 40,000 പേർ യുദ്ധസന്നദ്ധരായി യഹോവയുടെ മുമ്പാകെ യുദ്ധത്തിനു യെരിഹോ സമഭൂമിയിൽ കടന്നു. അന്നു യഹോവ യോശുവയെ എല്ലാ ഇസ്രായേലിന്റെയും മുമ്പാകെ വലിയവനാക്കി. അവർ മോശയെ ബഹുമാനിച്ചതുപോലെ അവനെയും അവന്റെ ആയുഷ്കാലമൊക്കെയും ബഹുമാനിച്ചു. യഹോവ യോശുവയോടു സാക്ഷ്യപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരോട് യോർദാനിൽ നിന്നു കയറുവാൻ കൽപ്പിക്ക എന്നു അരുളിച്ചെയ്തു. അങ്ങനെ യോശുവ പുരോഹിതന്മാരോട് യോർദാനിൽ നിന്നു കയറുവാൻ കൽപ്പിച്ചു. യഹോവയുടെ സാക്ഷ്യപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ നിന്നു കയറി. പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ കരയ്ക്ക് പൊക്കിവെച്ച ഉടനെ യോർദാനിലെ വെള്ളം വീണ്ടും അതിന്റെ സ്ഥലത്തേക്ക് വന്നു മുമ്പിലത്തെപ്പോലെ തീരം കവിഞ്ഞു ഒഴുകി. 1-ാം മാസം 10-ാം തീയതി ജനം യോർദാനിൽ നിന്നു കയറി യെരിഹോവിന്റെ കിഴക്കേ അതിരിലുള്ള ഗിൽഗാലിൽ പാളയം ഇറങ്ങി. യോർദാനിൽ നിന്നു എടുത്ത 12 കല്ലു യോശുവ ഗിൽഗാലിൽ നാട്ടി. ഇസ്രായേൽ മക്കളോട് പറഞ്ഞതു എന്തെന്നാൽ, ഈ കല്ലു എന്തു എന്നു വരുംകാലത്ത് നിങ്ങളുടെ മക്കൾ പിതാക്കന്മാരോട് ചോദിച്ചാൽ, ഇസ്രായേൽ ഉണങ്ങിയ നിലത്തുകൂടി ഈ യോർദാനിക്കരെ കടന്നു എന്നു നിങ്ങളുടെ മക്കളോട് പറയണം. ഭൂമിയിലെ സകലജാതികളും യഹോവയുടെ കൈ ശക്തിയുള്ളതെന്നു അറിഞ്ഞു നിങ്ങളുടെ ദൈവമായ യഹോവയെ എന്നേക്കും ഭയപ്പെടേണ്ടതെന്നു. ഞങ്ങൾ ഇക്കരെ കടപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളുടെ മുമ്പിൽ ചെങ്കടൽ വറ്റിച്ചുകളഞ്ഞതുപോലെ നിങ്ങൾ ഇക്കരെ കടപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുമ്പിൽ യോർദാനിലെ വെള്ളം വറ്റിച്ചുകളഞ്ഞു. യേശുവിന്റെ പുസ്തകം 5. ഇസ്രായേൽ മക്കൾ ഇക്കരെ കടപ്പാൻ തക്കവണ്ണം യഹോവ അവരുടെ മുമ്പിൽ യോർദാനിലെ വെള്ളം വറ്റിച്ചുകളഞ്ഞു എന്നു യോർദാന്റെ പടിഞ്ഞാറേ ഭാഗത്തുള്ള അമോര്യ രാജാക്കന്മാരൊക്കെയും സമുദ്രതീരത്തുള്ള കനാന്യ രാജാക്കന്മാരൊക്കെയും കേട്ടപ്പോൾ അവരുടെ ഹൃദയം ഉരുകി. ഇസ്രായേൽ മക്കളുടെ നിമിത്തം അവരിൽ അശേഷം ചൈതന്യമില്ലാതെയായി. അക്കാലത്തു യഹോവ യോശുവയോടു തീക്കല്ലുകൊണ്ട് കത്തിയുണ്ടാക്കി ഇസ്രായേൽ മക്കളെ രണ്ടാമതും പരിച്ഛേദന ചെയ്യുക എന്നു കൽപ്പിച്ചു. യോശുവ തീക്കല്ലുകൊണ്ട് കത്തി ഉണ്ടാക്കി ഇസ്രായേൽ മക്കളെ അഗ്രചർമ്മഗിരിയിങ്കൽ വെച്ച് പരിച്ഛേദന ചെയ്തു. യോശുവ പരിച്ഛേദന ചെയ്യുവാനുള്ള കാരണമോ, മിസ്രയീമിൽ നിന്നു പുറപ്പെട്ട ആണുങ്ങളായ ജനമൊക്കെയും യോദ്ധാക്കളെല്ലാവരും മിസ്രയീമിൽ നിന്നു പുറപ്പെട്ടുപോന്ന ശേഷം പ്രയാണത്തിൽ മരുഭൂമിയിൽ വെച്ചു മരിച്ചുപോയി. പുറപ്പെട്ടുപോന്ന ജനത്തിനെല്ലാം പരിച്ഛേദന കഴിഞ്ഞിരുന്നു. എങ്കിലും മിസ്രയീമിൽ നിന്നു പുറപ്പെട്ട ശേഷം മരുഭൂമിയിൽ വെച്ചു പ്രയാണത്തിൽ ജനിച്ചവരിൽ ആരെയും പരിച്ഛേദന ചെയ്തിരുന്നില്ല.
മിസ്രയീമിൽ നിന്നു പുറപ്പെട്ട യോദ്ധാക്കളായവരൊക്കെയും യഹോവയുടെ വാക്കു അനുസരിക്കായ്കൊണ്ടു അവർ മരിച്ചൊടുങ്ങും വരെ ഇസ്രായേൽ മക്കൾ 40 സംവത്സരം മരുഭൂമിയിൽ സഞ്ചരിക്കേണ്ടിവന്നു. നമുക്കു തരുമെന്നു യഹോവ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശം അവരെ കാണിക്കയില്ല എന്നു യഹോവ അവരോട് സത്യം ചെയ്തിരുന്നു. എന്നാൽ അവർക്കു പകരം അവൻ എഴുന്നേൽപ്പിച്ച പുത്രന്മാരെ യോശുവ പരിച്ഛേദം ചെയ്തു. അവരെ പ്രയാണത്തിൽ പരിച്ഛേദം ചെയ്യായ്കൊണ്ടു അവർ അഗ്രചർമ്മികളായിരുന്നു. അവർ സർവ്വജനത്തെയും പരിച്ഛേദം ചെയ്തു തീർന്ന ശേഷം അവർക്കു സൗഖ്യമായതുവരെ അവർ പാളയത്തിൽ താന്താങ്ങളുടെ സ്ഥലത്തു പാർത്തു. യഹോവ യോശുവയോടു, ഇന്നു ഞാൻ മിസ്രയീമിന്റെ നിന്ദ നിങ്ങളിൽ നിന്നു ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്നു അരുളിച്ചെയ്തു. അതുകൊണ്ടു ആ സ്ഥലത്തിന്നു ഇന്നുവരെ ഗിൽഗാൽ ഉരുൾ എന്നു പേർ. ഇസ്രായേൽ മക്കൾ ഗിൽഗാലിൽ പാളയമിറങ്ങി. ആ മാസം 14-ാം തീയതി സന്ധ്യാസമയത്തു യെരിഹോ സമഭൂമിയിൽ വെച്ചു പെസഹ കഴിച്ചു. പെസഹയുടെ പിറ്റേ ദിവസം തന്നെ അവർ ദേശത്തെ വിളവുകൊണ്ടുള്ള പുളിപ്പില്ലാത്ത അപ്പവും മലരും തിന്നു. അവർ ദേശത്തെ വിളവു അനുഭവിച്ചതിന്റെ പിറ്റേ ദിവസം മന്ന നിന്നുപോയി. ഇസ്രായേൽ മക്കൾക്കു പിന്നെ മന്ന കിട്ടിയതുമില്ല. ആയാണ്ടു അവർ കനാൻ ദേശത്തെ വിളവുകൊണ്ട് ഉപജീവിച്ചു. യോശുവ യെരിഹോവിനു സമീപത്തു ഇരിക്കുമ്പോൾ തല ഉയർത്തി നോക്കി. ഒരു ആൾ കൈയിൽ വാൾ ഊരിപ്പിടിച്ചുകൊണ്ടു അവന്റെ നേരെ നിൽക്കുന്നതു കണ്ടു. യോശുവ അവന്റെ അടുക്കൽ ചെന്നു അവനോടു, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ എന്നു ചോദിച്ചു. അതിന്നു അവൻ, അല്ല, ഞാൻ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്നു പറഞ്ഞു. അപ്പോൾ യോശുവ സാഷ്ടാംഗം വീണു നമസ്കരിച്ചു അവനോടു, കർത്താവിനു അടിയനോടുള്ള കൽപ്പന എന്തു എന്നു ചോദിച്ചു. യഹോവയുടെ സൈന്യത്തിന്റെ അധിപതി യോശുവയോടു, നിന്റെ കാലിൽ നിന്നു ചെരിപ്പു അഴിച്ചുകളക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു എന്നു പറഞ്ഞു. യോശുവ അങ്ങനെ ചെയ്തു. യേശുവിന്റെ പുസ്തകം 6. എന്നാൽ യെരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ചു ഉറപ്പാക്കിയിരുന്നു. ആരും പുറത്തിറങ്ങിയില്ല, അകത്തു കയറിയതുമില്ല. യഹോവ യോശുവയോട് കൽപ്പിച്ചതു, ഞാൻ യെരിഹോവിനെയും അതിന്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കൈയിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളിൽ യോദ്ധാക്കളായ എല്ലാവരും ഒരുവട്ടം പട്ടണത്തെ ചുറ്റി നടക്കേണം. ഇങ്ങനെ 6 ദിവസം ചെയ്യണം. 7 പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് പെട്ടകത്തിന്റെ മുമ്പിൽ നടക്കേണം. 7-ാം ദിവസം 7 പ്രാവശ്യം പട്ടണത്തെ ചുറ്റുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും വേണം. അവർ ആട്ടിൻ കൊമ്പു നീട്ടിയൂതുകയും നിങ്ങൾ കാഹളനാദം കേൾക്കുകയും ചെയ്യുമ്പോൾ ജനമൊക്കെയും ഉച്ചത്തിൽ ആർപ്പിടേണം. അപ്പോൾ പട്ടണമതിൽ വീഴും. ജനം ഓരോരുത്തൻ നേരെ കയറുകയും വേണം. നൂന്റെ മകനായ യോശുവ പുരോഹിതന്മാരെ വിളിച്ചു അവരോടു, നിയമപെട്ടകം എടുപ്പിൻ. 7 പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകത്തിനു മുമ്പിൽ ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ടു നടക്കേണം എന്നു പറഞ്ഞു. ജനത്തോടു അവൻ, നിങ്ങൾ ചെന്നു പട്ടണത്തെ ചുറ്റി നടപ്പിൻ. ആയുധപാണികൾ യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ നടക്കേണം എന്നു പറഞ്ഞു. യോശുവ ജനത്തോട് പറഞ്ഞു തീർന്നപ്പോൾ ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ടു 7 പുരോഹിതന്മാർ യഹോവയുടെ മുമ്പിൽ നടന്നു കാഹളം ഊതി. യഹോവയുടെ നിയമപെട്ടകം അവരുടെ പിന്നാലെ ചെന്നു. ആയുധപാണികൾ കാഹളം ഊതുന്ന പുരോഹിതന്മാരുടെ മുമ്പിൽ നടന്നു. ശേഷമുള്ള കൂട്ടം പെട്ടകത്തിന്റെ പിന്നാലെ ചെന്നു. ഇങ്ങനെ അവർ കാഹളം ഊതിക്കൊണ്ടു നടന്നു. യോശുവ ജനത്തോടു, ആർപ്പിടുവിൻ എന്നു ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നാൾവരെ നിങ്ങൾ ആർപ്പിടരുതു, ഒച്ച കേൾപ്പിക്കരുതു, വായിൽ നിന്നു ഒരു വാക്കും പുറപ്പെടുകയും അരുതു. അതിന്റെ ശേഷം ആർപ്പിടാം എന്നു കൽപ്പിച്ചു. അങ്ങനെ യഹോവയുടെ പെട്ടകം ഒരു പ്രാവശ്യം പട്ടണത്തെ ചുറ്റി നടന്നു. പിന്നെ അവർ പാളയത്തിലേക്ക് വന്നു പാളയത്തിൽ പാർത്തു. യോശുവ അതികാലത്തെ എഴുന്നേറ്റു പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകം എടുത്തു. 7 പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള 7 കാഹളം പിടിച്ചു കാഹളം ഊതിക്കൊണ്ടു നടന്നു. ആയുധപാണികൾ അവരുടെ മുമ്പിൽ നടന്നു. ശേഷമുള്ള കൂട്ടം യഹോവയുടെ പെട്ടകത്തിന്റെ പിന്നാലെ നടന്നു. ഇങ്ങനെ അവർ കാഹളം ഊതിക്കൊണ്ടു നടന്നു. 2-ാം ദിവസം അവർ പട്ടണത്തെ ഒരു പ്രാവശ്യം ചുറ്റിയിട്ട് പാളയത്തിലേക്ക് മടങ്ങിപ്പോന്നു. ഇങ്ങനെ അവർ 6 ദിവസം ചെയ്തു. 7-ാം ദിവസമോ അവർ അതികാലത്തു അരുണോദയത്തിങ്കൽ എഴുന്നേറ്റു പട്ടണത്തെ ആ വിധത്തിൽ തന്നെ 7 പ്രാവശ്യം ചുറ്റി. അന്നു മാത്രം അവർ പട്ടണത്തെ 7 പ്രാവശ്യം ചുറ്റി. 7-ാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളം ഊതിയപ്പോൾ യോശുവ ജനത്തോട് പറഞ്ഞതെന്തെന്നാൽ, ആർപ്പിടുവിൻ, യഹോവ പട്ടണം നിങ്ങൾക്കു തന്നിരിക്കുന്നു. ഈ പട്ടണവും അതിലുള്ളതൊക്കെയും യഹോവയ്ക്കു ശപാർപ്പിതമായിരിക്കുന്നു. എങ്കിലും രാഹാബ് എന്ന വേശ്യ നാം അയച്ച ദൂതന്മാരെ ഒളിപ്പിച്ചതിനാൽ അവളും അവളോടുകൂടെ വീട്ടിലുള്ള എല്ലാവരും ജീവനോടിരിക്കട്ടെ. എന്നാൽ നിങ്ങൾ ശപഥം ചെയ്തിരിക്കെ ശപഥാർപ്പിതത്തിൽ വല്ലതും എടുത്തിട്ടു ഇസ്രായേൽ പാളയത്തിനു ശാപവും അനർത്ഥവും വരുത്താതിരിക്കേണ്ടതെന്നു ശപാർപ്പിതമായ വസ്തുവൊന്നും തൊടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ.
വെള്ളിയും പൊന്നും ഒക്കെയും ചെമ്പും ഇരുമ്പും കൊണ്ടുള്ള പാത്രങ്ങളും യഹോവയ്ക്കു വിശുദ്ധം, അവ യഹോവയുടെ ഭണ്ഡാരത്തിൽ ചേരേണം. അനന്തരം ജനം ആർപ്പിടുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും ചെയ്തു. ജനം കാഹളം കേട്ടു അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ മതിൽ വീണു. ജനം ഓരോരുത്തൻ നേരെ മുമ്പോട്ടു പട്ടണത്തിലേക്ക് കടന്നു പട്ടണം പിടിച്ചു. പുരുഷൻ, സ്ത്രീ, ബാലൻ, വൃദ്ധൻ, ആടു, മാടു, കഴുത എന്നിങ്ങനെ പട്ടണത്തിലുള്ള സകലത്തെയും അവർ വാളിന്റെ വായ്ത്തലയാൽ അശേഷം സംഹരിച്ചു. എന്നാൽ രാജ്യത്തെ ഒറ്റുനോക്കിയ 2 പുരുഷന്മാരോട് യോശുവ വേശ്യയുടെ വീട്ടിൽ ചെന്നു അവിടെ നിന്നു ആ സ്ത്രീയെയും അവൾക്കുള്ള സകലത്തെയും നിങ്ങൾ അവളോട് സത്യം ചെയ്തപോലെ പുറത്തു കൊണ്ടുവരുവിൻ എന്നു പറഞ്ഞു. അങ്ങനെ ഒറ്റുകാരായിരുന്ന യൗവനക്കാർ ചെന്നു രാഹാബിനെയും അവളുടെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും അവൾക്കുള്ള സകലത്തെയും പുറത്തു കൊണ്ടുവന്നു. അവളുടെ എല്ലാ ചാർച്ചക്കാരെയും പുറത്തു കൊണ്ടുവന്നു ഇസ്രായേൽ പാളയത്തിനു പുറത്തു പാർപ്പിച്ചു. പിന്നെ അവർ പട്ടണവും അതിലുള്ളതൊക്കെയും തീവച്ചു ചുട്ടുകളഞ്ഞു. എന്നാൽ വെള്ളിയും പൊന്നും ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടുമുള്ള പാത്രങ്ങളും അവർ യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ വെച്ചു. യെരിഹോവിനെ ഒറ്റുനോക്കുവാൻ അയച്ച ദൂതന്മാരെ രാഹാബ് എന്ന വേശ്യ ഒളിപ്പിച്ചതുകൊണ്ട് യോശുവ അവളെയും അവളുടെ പിതൃഭവനത്തെയും അവൾക്കുള്ള സകലത്തെയും ജീവനോടെ രക്ഷിച്ചു. അവൾ ഇന്നുവരെയും ഇസ്രായേലിൽ പാർക്കുന്നു. അക്കാലത്തു യോശുവ ശപഥം ചെയ്തു, ഈ യെരിഹോ പട്ടണത്തെ പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുമ്പാകെ ശപിക്കപ്പെട്ടവൻ. അവൻ അതിന്റെ അടിസ്ഥാനമിടുമ്പോൾ അവന്റെ മൂത്തമകൻ നഷ്ടമാകും, അതിന്റെ കതക് തൊടുക്കുമ്പോൾ ഇളയമകനും നഷ്ടമാകും എന്നു പറഞ്ഞു. അങ്ങനെ യഹോവ യോശുവയോടുകൂടെ ഉണ്ടായിരുന്നു. അവന്റെ കീർത്തി ദേശത്തു എല്ലായിടവും പരന്നു. യേശുവിന്റെ പുസ്തകം 7. എന്നാൽ ഇസ്രായേൽ മക്കൾ ശപാർപ്പിതവസ്തു സംബന്ധിച്ചു ഒരു അകൃത്യം ചെയ്തു. യെഹൂദാഗോത്രത്തിൽ സേരഹിന്റെ മകനായ സബ്ദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആഖാൻ ശപാർപ്പിതവസ്തുവിൽ ചിലതു എടുത്തു. യഹോവയുടെ കോപം ഇസ്രായേൽ മക്കളുടെ നേരെ ജ്വലിച്ചു. യോശുവ യെരിഹോവിൽ നിന്നു ബേഥേലിന്നു കിഴക്കു ബേഥാവെന്റെ സമീപത്തുള്ള ഹായിയിലേക്കു ആളുകളെ അയച്ചു. അവരോടു, നിങ്ങൾ ചെന്നു ദേശം ഒറ്റുനോക്കുവിൻ എന്നു പറഞ്ഞു. അവർ ചെന്നു ഹായിയെ ഒറ്റുനോക്കി. യോശുവയുടെ അടുക്കൽ മടങ്ങിവന്നു അവനോട്, ജനം എല്ലാം പോകേണമെന്നില്ല, ഹായിയെ ജയിച്ചടക്കുവാൻ 2000-ഓ 3000-ഓ പോയാൽ മതി, സർവ്വജനത്തെയും അവിടേക്കു അയച്ചു കഷ്ടപ്പെടുത്തേണ്ട, അവർ ആൾ ചുരുക്കമത്രേ എന്നു പറഞ്ഞു. അങ്ങനെ ജനത്തിൽ ഏകദേശം 3000 പേർ അവിടേക്ക് പോയി. എന്നാൽ അവർ ഹായ് പട്ടണക്കാരുടെ മുമ്പിൽ നിന്നു തോറ്റു ഓടി. ഹായ് പട്ടണക്കാർ അവരിൽ 36ഓളം പേരെ കൊന്നു. അവരെ പട്ടണവാതിൽക്കൽ തുടങ്ങി ശെബാരീം വരെ പിന്തുടർന്നു മലഞ്ചെരിവിൽ വെച്ചു അവരെ തോൽപ്പിച്ചു. അതുകൊണ്ട് ജനത്തിന്റെ ഹൃദയം ഉരുകി വെള്ളം പോലെ ആയിത്തീർന്നു. യോശുവ വസ്ത്രം കീറി യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ അവനും ഇസ്രായേൽ മൂപ്പന്മാരും തലയിൽ മണ്ണുവാരിയിട്ടുകൊണ്ട് സന്ധ്യവരെ സാഷ്ടാംഗം വീണുകിടന്നു. അയ്യോ കർത്താവായ യഹോവേ, ഞങ്ങളെ നശിപ്പിപ്പാൻ അമോര്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിനു നീ ഈ ജനത്തെ യോർദാനിക്കരെ കൊണ്ടുവന്നതു എന്തു? ഞങ്ങൾ യോർദാനക്കരെ പാർത്തിരുന്നെങ്കിൽ മതിയായിരുന്നു. യഹോവേ, ഇസ്രായേൽ ശത്രുക്കൾക്കു പുറം കാട്ടിയ ശേഷം ഞാൻ എന്തു പറയേണ്ടു? കനാന്യരും ദേശനിവാസികൾ ഒക്കെയും കേട്ടിട്ടു ഞങ്ങളെ ചുറ്റിവളഞ്ഞു ഭൂമിയിൽ നിന്നു ഞങ്ങളുടെ പേർ മായ്ച്ചു കളയുമല്ലോ. എന്നാൽ നീ നിന്റെ മഹത്തായ നാമത്തിനു വേണ്ടി എന്തു ചെയ്യും എന്നു യോശുവ പറഞ്ഞു. യഹോവ യോശുവയോടു അരുളിച്ചെയ്തതു, എഴുന്നേൽക്ക, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണുകിടക്കുന്നതു എന്തിന്നു? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എന്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു. അവർ മോഷ്ടിച്ചു മറവു ചെയ്തു തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ അത് വച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരായി തീർന്നതുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിയാതെ ശത്രുക്കൾക്കു പുറം കാട്ടേണ്ടിവന്നു. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്നു നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കയില്ല. നീ എഴുന്നേറ്റു ജനത്തെ ശുദ്ധീകരിച്ചു അവരോട് പറക, നാളത്തേക്ക് നിങ്ങളെത്തന്നെ ശുദ്ധീകരിപ്പിൻ. ഇസ്രായേലേ, നിന്റെ നടുവിൽ ഒരു ശാപം ഉണ്ടു. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്നു നീക്കിക്കളയും വരെ ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ നിനക്ക് കഴിയുകയില്ല എന്നിങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു. നിങ്ങൾ രാവിലെ ഗോത്രം ഗോത്രമായി അടുത്തുവരേണം. യഹോവ പിടിക്കുന്ന ഗോത്രം കുലംകുലമായി അടുത്തുവരേണം. യഹോവ പിടിക്കുന്ന കുലം കുടുംബം കുടുംബമായിട്ടു അടുത്തുവരേണം. യഹോവ പിടിക്കുന്ന കുടുംബം ആളാം പ്രതി അടുത്തുവരേണം. ശപാർപ്പിതവസ്തുവോടുകൂടെ പിടിപെടുന്നവനെയും അവനുള്ള സകലത്തെയും തീയിൽ ഇട്ടു ചുട്ടുകളയണം. അവൻ യഹോവയുടെ നിയമം ലംഘിച്ചു ഇസ്രായേലിൽ വഷളത്വം പ്രവർത്തിച്ചിരിക്കുന്നു. അങ്ങനെ യോശുവ അതികാലത്തു എഴുന്നേറ്റു ഇസ്രായേലിനെ ഗോത്രം ഗോത്രമായി വരുത്തി. യെഹൂദാഗോത്രം പിടിക്കപ്പെട്ടു. അവൻ യെഹൂദാഗോത്രത്തെ കുലംകുലമായി വരുത്തി. സഹ്യകുലം പിടിക്കപ്പെട്ടു. അവൻ സഹ്യകുലത്തെ കുടുംബം കുടുംബമായി വരുത്തി. സബ്ദി പിടിക്കപ്പെട്ടു. അവന്റെ കുടുംബത്തെ ആളാം പ്രതി വരുത്തി.
യെഹൂദാഗോത്രത്തിൽ സേരഹിന്റെ മകനായ സബ്ദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആഖാൻ പിടിക്കപ്പെട്ടു. യോശുവ ആഖാനോടു, മകനെ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്തു അവനോട് ഏറ്റുപറക, നീ എന്തു ചെയ്തു എന്നു പറക, എന്നോട് മറച്ചുവെക്കരുതു എന്നു പറഞ്ഞു. ആഖാൻ യോശുവയോടു, ഞാൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോട് പിഴച്ചു ഇന്നിന്നു ചെയ്തിരിക്കുന്നു സത്യം. ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായ ഒരു ബാബിലോന്യ മേലങ്കിയും 200 ശേക്കെൽ വെള്ളിയും 50 ശേക്കെൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും കണ്ടു മോഹിച്ചു എടുത്തു. അവ എന്റെ കൂടാരത്തിന്റെ നടുവിൽ നിലത്ത് കുഴിച്ചിട്ടിരിക്കുന്നു, വെള്ളി അടിയിൽ ആകുന്നു എന്നു ഉത്തരം പറഞ്ഞു. യോശുവ ദൂതന്മാരെ അയച്ചു. അവർ കൂടാരത്തിൽ ഓടിച്ചെന്നു. കൂടാരത്തിൽ അതും അടിയിൽ വെള്ളിയും കുഴിച്ചിട്ടിരിക്കുന്നതു കണ്ടു. അവർ അവയെ കൂടാരത്തിൽ നിന്നു എടുത്തു യോശുവയുടെയും എല്ലാ ഇസ്രായേൽ മക്കളുടെയും അടുക്കൽ കൊണ്ടുവന്നു യഹോവയുടെ സന്നിധിയിൽ വെച്ചു. അപ്പോൾ യോശുവയും എല്ലാ ഇസ്രായേലും കൂടെ സേരഹിന്റെ പുത്രനായ ആഖാനെ വെള്ളി, മേലങ്കി, പൊൻകട്ടി, അവന്റെ പുത്രന്മാർ, പുത്രിമാർ, അവന്റെ കാള, കഴുത, ആടു, കൂടാരം ഇങ്ങനെ അവന്നുള്ള സകലവുമായി ആഖോർ താഴ്വരയിൽ കൊണ്ടുപോയി. നീ ഞങ്ങളെ വലച്ചതു എന്തിന്നു? യഹോവ ഇന്ന് നിന്നെ വലയ്ക്കും എന്ന് യോശുവ പറഞ്ഞു. പിന്നെ ഇസ്രായേലെല്ലാം അവനെ കല്ലെറിഞ്ഞു, അവരെ തീയിൽ ഇട്ടു ചുട്ടുകളയുകയും കല്ലെറിയുകയും ചെയ്തു. അവന്റെ മേൽ അവർ ഒരു വലിയ കൽക്കുന്നു കൂട്ടി, അതു ഇന്നുവരെ ഇരിക്കുന്നു. ഇങ്ങനെ യഹോവയുടെ ഉഗ്രകോപം മാറി, അതുകൊണ്ടു ആ സ്ഥലത്തിന്നു ആഖോർ താഴ്വര എന്നു ഇന്നുവരെ പേർ പറഞ്ഞുവരുന്നു. യേശുവിന്റെ പുസ്തകം 8. അനന്തരം യഹോവ യോശുവയോട് അരുളിച്ചെയ്തതു, ഭയപ്പെടരുതു, വിഷാദിക്കുകയും അരുതു, പടജ്ജനത്തെയൊക്കെയും കൂട്ടിപ്പുറപ്പെട്ടു ഹായിയിലേക്ക് ചെല്ലുക. ഞാൻ ഹായ് രാജാവിനെയും അവന്റെ ജനത്തെയും പട്ടണത്തെയും ദേശത്തെയും നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. യെരിഹോവിനോടും അതിന്റെ രാജാവിനോടും ചെയ്തുപോലെ നീ ഹായിയോടും അതിന്റെ രാജാവിനോടും ചെയ്യണം, എന്നാൽ അതിലെ കൊള്ളയെയും കന്നുകാലികളെയും നിങ്ങൾക്കു എടുത്തുകൊള്ളാം. പട്ടണത്തിന്റെ പിൻഭാഗത്തു പതിയിരിപ്പു ആക്കേണം. അങ്ങനെ യോശുവയും പടജ്ജനമൊക്കെയും ഹായിയിലേക്ക് പോകുവാൻ പുറപ്പെട്ടു. പരാക്രമശാലികളായ 30,000 പേരെ യോശുവ തിരഞ്ഞെടുത്തു രാത്രിയിൽ അയച്ചു. അവരോട് കൽപ്പിച്ചതു എന്തെന്നാൽ, നിങ്ങൾ പട്ടണത്തിന്റെ പിൻഭാഗത്തു പതിയിരിക്കേണം, പട്ടണത്തോട് ഏറെ അകലാതെ എല്ലാവരും ഒരുങ്ങിയിരിപ്പിൻ. ഞാനും എന്നോടുകൂടെയുള്ള സകലജനവും പട്ടണത്തോട് അടുക്കും. അവർ മുമ്പിലത്തെ പോലെ ഞങ്ങളുടെ നേരെ പുറപ്പെട്ടുവരുമ്പോൾ ഞങ്ങൾ അവരുടെ മുമ്പിൽ നിന്നു ഓടും. അവർ ഞങ്ങളെ പിന്തുടർന്നു പട്ടണം വിട്ടു പുറത്താകും. അവർ മുമ്പെപ്പോലെ നമ്മുടെ മുമ്പിൽ നിന്നു ഓടിപ്പോകുന്നു എന്നു അവർ പറയും. അങ്ങനെ ഞങ്ങൾ അവരുടെ മുമ്പിൽ നിന്നു ഓടും. ഉടനെ നിങ്ങൾ പതിയിരിപ്പിൽ നിന്നു എഴുന്നേറ്റു പട്ടണം പിടിക്കണം. നിങ്ങളുടെ ദൈവമായ യഹോവ അതു നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. പട്ടണം പിടിച്ച ശേഷം നിങ്ങൾ അതിനു തീ വെക്കണം. യഹോവയുടെ കൽപ്പനപ്രകാരം നിങ്ങൾ ചെയ്യണം. സൂക്ഷിച്ചുകൊള്ളുവിൻ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ യോശുവ അവരെ അയച്ചു. അവർ പതിയിരിപ്പിന്നു ചെന്നു ബേഥേലിന്നും ഹായിക്കും മധ്യേ ഹായിക്ക് പടിഞ്ഞാറു അമർന്നു. യോശുവയോ ആ രാത്രി ജനത്തിന്റെ ഇടയിൽ താമസിച്ചു. യോശുവ അതികാലത്തു എഴുന്നേറ്റു ജനത്തെ പരിശോധിച്ചു. അവനും ഇസ്രായേൽ മൂപ്പന്മാരും ജനത്തിനു മുമ്പായി ഹായിക്ക് ചെന്നു. അവനോടുകൂടെ ഉണ്ടായിരുന്ന പടജ്ജനമൊക്കെയും പുറപ്പെട്ടു അടുത്തു ചെന്നു പട്ടണത്തിനു മുമ്പിൽ എത്തി ഹായിക്ക് വടക്കു പാളയമിറങ്ങി. അവർക്കും ഹായിക്കും മധ്യേ ഒരു താഴ്വര ഉണ്ടായിരുന്നു. അവൻ ഏകദേശം 5000 പേരെ തിരഞ്ഞെടുത്തു ബേഥേലിന്നും ഹായിക്കും മധ്യേ പട്ടണത്തിനു പടിഞ്ഞാറു പതിയിരുത്തി. അവർ പട്ടണത്തിനു വടക്കു പടജ്ജനമായ സൈന്യത്തെ ഒക്കെയും പട്ടണത്തിനു പടിഞ്ഞാറു പതിയിരിപ്പുകാരെയും നിർത്തി. യോശുവ ആ രാത്രി താഴ്വരയുടെ നടുവിലേക്ക് പോയി. ഹായ് രാജാവു അതു കണ്ടപ്പോൾ അവനും നഗരവാസികളായ അവന്റെ ജനമൊക്കെയും ബദ്ധപ്പെട്ടു എഴുന്നേറ്റു നിശ്ചയിച്ചിരുന്ന സമയത്ത് സമഭൂമിക്കു മുമ്പിൽ ഇസ്രായേലിന്റെ നേരെ പടയ്ക്കു പുറപ്പെട്ടു. പട്ടണത്തിന്റെ പിൻവശത്ത് തനിക്ക് വിരോധമായി പതിയിരിപ്പു ഉണ്ടു എന്നു അവൻ അറിഞ്ഞില്ല. യോശുവയും എല്ലാ ഇസ്രായേലും അവരോട് തോറ്റ ഭാവത്തിൽ മരുഭൂമി വഴിയായി ഓടി. അവരെ പിന്തുടരേണ്ടതെന്നു പട്ടണത്തിലെ ജനത്തെ ഒക്കെയും വിളിച്ചുകൂട്ടി. അവർ യോശുവയെ പിന്തുടർന്നു പട്ടണം വിട്ടു പുറത്തായി. ഹായിയിലും ബേഥേലിലും ഇസ്രായേലിന്റെ പിന്നാലെ പുറപ്പെടാതെ ഒരുത്തനും ശേഷിച്ചില്ല. അവർ പട്ടണം തുറന്നിട്ടേച്ചു ഇസ്രായേലിനെ പിന്തുടർന്നു. അപ്പോൾ യഹോവ യോശുവയോട്, നിന്റെ കയ്യിലുള്ള കുന്തം ഹായിക്കു നേരെ ഏന്തുക, ഞാൻ അതു നിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്നു അരുളിച്ചെയ്തു. അങ്ങനെ യോശുവ തന്റെ കയ്യിലുള്ള കുന്തം ഹായിക്കു നേരെ ഏന്തി. അവൻ കൈ നീട്ടിയ ഉടനെ പിതയിരിപ്പുകാർ തങ്ങളുടെ സ്ഥലത്തുനിന്നു എഴുന്നേറ്റു ഓടി പട്ടണത്തിൽ കയറി അത് പിടിച്ചു ക്ഷണത്തിൽ പട്ടണത്തിനു തീവെച്ചു. ഹായ് പട്ടണക്കാർ പുറകോട്ടു നോക്കിയപ്പോൾ പട്ടണത്തിലെ പുക ആകാശത്തേക്ക് പൊങ്ങുന്നു കണ്ടു. അവർക്കു ഇങ്ങോട്ടോ അങ്ങോട്ടോ ഓടുവാൻ കഴിവില്ലാതെയായി. മരുഭൂമി വഴിയായി ഓടിയ ജനവും തങ്ങളെ പിന്തുടരുന്നവരുടെ നേരെ തിരിഞ്ഞു.
പതിയിരിപ്പുകാർ പട്ടണം പിടിച്ചു. പട്ടണത്തിലെ പുക മേലോട്ടു പൊങ്ങുന്നു എന്ന് യോശുവയും എല്ലാ ഇസ്രായേലും കണ്ടപ്പോൾ മടങ്ങിവന്നു പട്ടണക്കാരെ വെട്ടി. മറ്റവരും പട്ടണത്തിൽ നിന്നു അവരുടെ നേരെ പുറപ്പെട്ടു. ഇങ്ങനെ ഇസ്രായേൽ ഇപ്പുറത്തും അപ്പുറത്തും അവർ നടുവിലും ആയി, ഒരുത്തനും ശേഷിക്കുകയോ വഴുതിപ്പോകുകയോ ചെയ്യാതവണ്ണം അവരെ വെട്ടിക്കളഞ്ഞു. ഹായ് രാജാവിനെ അവർ ജീവനോടെ പിടിച്ചു യോശുവയുടെ അടുക്കൽ കൊണ്ടുവന്നു. ഇസ്രായേൽ തങ്ങളെ പിന്തുടർന്ന ഹായ് പട്ടണക്കാരെ ഒക്കെയും വെളിൻ പ്രദേശത്തു മരുഭൂമിയിൽ വെച്ചു കൊന്നു തീർക്കുകയും അവർ ഒട്ടൊഴിയാതെ എല്ലാവരും വാളിന്റെ വായ്ത്തലയാൽ വീണൊടുങ്ങുകയും ചെയ്തശേഷം ഇസ്രായേല്യർ ഒക്കെയും ഹായിയിലേക്ക് മടങ്ങിച്ചെന്നു വാളിന്റെ വായ്ത്തലയാൽ അതിനെ സംഹരിച്ചു. അന്നു പുരുഷന്മാരും സ്ത്രീകളുമായി വീണൊടുങ്ങിയവർ ആകെ 12,000 പേർ, ഹായ് പട്ടണക്കാർ എല്ലാവരും തന്നെ. ഹായ് പട്ടണക്കാരെ ഒക്കെയും നിർമൂലമാക്കുമരെ കുന്തം ഏന്തിയ കൈ യോശുവ പിൻവലിച്ചില്ല. യഹോവ യോശുവയോട് കൽപ്പിച്ച വചനപ്രകാരം ഇസ്രായേല്യർ പട്ടണത്തിലെ കന്നുകാലികളെയും കൊള്ളയെയും തങ്ങൾക്കായിട്ടു തന്നെ എടുത്തു. പിന്നെ യോശുവ ഹായ് പട്ടണം ചുറ്റു സദാകാലത്തേക്കും ഒരു മൺകുന്നും ശൂന്യഭൂമിയുമാക്കി തീർത്തു. അതു ഇന്നുവരെയും അങ്ങനെ കിടക്കുന്നു. ഹായ് രാജാവിനെ അവൻ സന്ധ്യവരെ ഒരു മരത്തിൽ തൂക്കി. സൂര്യൻ അസ്തമിച്ചപ്പോൾ യോശുവയുടെ കൽപ്പനപ്രകാരം ശവം മരത്തിൽ നിന്നു ഇറക്കി പട്ടണവാതിൽക്കൽ ഇടുകയും അതിന്മേൽ ഇന്നുവരെ നിൽക്കുന്ന ഒരു വലിയ കൽക്കുന്നു കൂട്ടുകയും ചെയ്തു. അനന്തരം യോശുവ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്കു ഏബാൽ പർവ്വതത്തിൽ ഒരു യാഗപീഠം പണിതു. യഹോവയുടെ ദാസനായ മോശെ ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചതുപോലെയും മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതുപോലെയും ചെത്തുകയോ ഇരുമ്പു തൊടുവിക്കുകയോ ചെയ്യാത്ത കല്ലുകൊണ്ടുള്ള ഒരു യാഗപീഠം തന്നെ. അവർ അതിന്മേൽ യഹോവയ്ക്കു ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. മോശെ എഴുതിയിരുന്ന ന്യായപ്രമാണത്തിന്റെ ഒരു പകർപ്പു അവൻ അവിടെ ഇസ്രായേൽ മക്കൾ കാൺകെ ആ കല്ലുകളിൽ എഴുതി. എല്ലാ ഇസ്രായേലും അവരുടെ മൂപ്പന്മാരും പ്രമാണികളും ന്യായാധിപന്മാരും യഹോവയുടെ നിയമപെട്ടകം ചുമന്ന ലേവ്യരായ പുരോഹിതന്മാരുടെ മുമ്പാകെ സ്വദേശിയും പരദേശിയും ഒരുപോലെ പെട്ടകത്തിന്നു ഇപ്പുറത്തും അപ്പുറത്തും നിന്നു. അവരിൽ പാതിപേർ ഗെരിസീം പർവ്വതത്തിന്റെ വശത്തും പാതിപേർ ഏബാൽ പർവ്വതത്തിന്റെ വശത്തും നിന്നു. അവർ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കണമെന്നു യഹോവയുടെ ദാസനായ മോശെ മുമ്പേ കൽപ്പിച്ചിരുന്നതുപോലെ തന്നെ. അതിന്റെ ശേഷം അവർ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ ഒക്കെയും അനുഗ്രഹവും ശാപവുമായ ന്യായപ്രമാണവചനങ്ങളെല്ലാം വായിച്ചു. മോശെ കൽപ്പിച്ച സകലത്തിലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇസ്രായേൽ സഭ മുഴുവനും അവരോടുകൂടെ വന്നിരുന്ന പരദേശികളും കേൾക്കെ യോശുവ മോശെ കൽപ്പിച്ച സകലത്തിലും യാതൊന്നും വായിക്കാതെ വിട്ടുകളഞ്ഞില്ല. യേശുവിന്റെ പുസ്തകം 9. എന്നാൽ ഹിത്യർ, അമോറിയർ, കനാന്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിങ്ങനെ യോർദാനിക്കരെ മലകളിലും താഴ്വരകളിലും ലെബാനോനെതിരെ വലിയ കടലിന്റെ തീരങ്ങളിലുള്ള രാജാക്കന്മാർ ഒക്കെയും വസ്തുത കേട്ടപ്പോൾ യോശുവയോടും ഇസ്രായേലിനോടും യുദ്ധം ചെയ്യുവാൻ ഏകമനസ്സോടെ യോജിച്ചു. എന്നാൽ യോശുവ യെരിഹോവിനോടും ഹായിയോടും ചെയ്തു ഗിബെയോൻ നിവാസികൾ കേട്ടപ്പോൾ അവർ ഒരു ഉപായം പ്രയോഗിച്ചു. ഭക്ഷണസാധനങ്ങളൊരുക്കി പഴയ ചാക്കുകളും പഴയതും കീറിയതും തുന്നിക്കെട്ടിയതുമായ വീഞ്ഞുതുരുത്തികളും കഴുതപ്പുറത്തു കയറ്റി. പഴക്കം ചെന്നു കണ്ടം വെച്ച ചെരിപ്പുകാലിലും പഴയവസ്ത്രം ദേഹത്തിന്മേലും ധരിച്ചു പുറപ്പെട്ടു. അവരുടെ ഭക്ഷണത്തിനുള്ള അപ്പവും എല്ലാം ഉണങ്ങി പൂത്തിരുന്നു. അവർ ഗിൽഗാലിൽ പാളയത്തിലേക്ക് യോശുവയുടെ അടുക്കൽ ചെന്നു അവനോടും ഇസ്രായേൽ പുരുഷന്മാരോടും, ഞങ്ങൾ ദൂരദേശത്തുനിന്നു വന്നിരിക്കുന്നു, ആകയാൽ ഞങ്ങളോട് ഒരു ഉടമ്പടി ചെയ്യണം എന്നു പറഞ്ഞു. ഇസ്രായേൽ പുരുഷന്മാർ ആ ഹിവ്യരോടു, പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ പാർക്കുന്നവരായിരിക്കും, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് ഉടമ്പടി ചെയ്യുന്നതു എങ്ങനെ എന്നു പറഞ്ഞു. അവർ യോശുവയോടു, ഞങ്ങൾ നിന്റെ ദാസന്മാരാകുന്നു എന്നു പറഞ്ഞു. അപ്പോൾ യോശുവ അവരോടു, നിങ്ങൾ ആർ? എവിടെ നിന്നു വരുന്നു എന്ന് ചോദിച്ചു. അവർ അവനോട് പറഞ്ഞതു, അടിയങ്ങൾ നിന്റെ ദൈവമായ യഹോവയുടെ നാമനിമിത്തം ഏറ്റവും ദൂരത്തുനിന്നു വന്നിരിക്കുന്നു. അവന്റെ കീർത്തിയും അവൻ മിസ്രയീമിൽ ചെയ്തൊക്കെയും. ഹെശ്ബോൻ രാജാവായ സീഹോൻ, അസ്തരോത്തിലെ ബാഷാൻ രാജാവായ ഓഗ്, ഇങ്ങനെ യോർദാനക്കരെയുള്ള അമോര്യരുടെ 2 രാജാക്കന്മാരോടും അവൻ ചെയ്തൊക്കെയും ഞങ്ങൾ കേട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ മൂപ്പന്മാരും ദേശനിവാസികൾ എല്ലാവരും ഞങ്ങളോട് വഴിക്കു വേണ്ടുന്ന ഭക്ഷണസാധനം എടുത്തു അവരെ ചെന്നുകണ്ടു. ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാർ ആയിക്കൊള്ളാം എന്നു അവരോട് പറയണമെന്നു പറഞ്ഞു. ആകയാൽ നിങ്ങൾ ഞങ്ങളോട് ഉടമ്പടി ചെയ്യണം. ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവാൻ പുറപ്പെട്ട നാളിൽ ഭക്ഷണത്തിനായിട്ടു ഈ അപ്പം ചൂടോടെ ഞങ്ങളുടെ വീടുകളിൽ നിന്നു എടുത്തതാകുന്നു. ഇപ്പോൾ ഇതാ അത് ഉണങ്ങി പൂത്തിരിക്കുന്നു. ഞങ്ങൾ വീഞ്ഞു നിറച്ചു കൊണ്ടുപോന്ന ഈ തുരുത്തികൾ പുത്തനായിരുന്നു. ഇപ്പോൾ ഇതാ അവ കീറിയിരിക്കുന്നു. ഞങ്ങളുടെ ഈ വസ്ത്രവും ചെരിപ്പും അതിദീർഘയാത്രയാൽ പഴക്കമായുമിരിക്കുന്നു.
അപ്പോൾ ഇസ്രായേൽ പുരുഷന്മാർ യഹോവയോട് ചോദിക്കാതെ അവരുടെ ഭക്ഷണസാധനം വാങ്ങി ആസ്വദിച്ചു. യോശുവ അവരോട് സഖ്യതയും അവരെ ജീവനോടെ രക്ഷിക്കുമെന്നു ഉടമ്പടിയും ചെയ്തു. സഭയിലെ പ്രഭുക്കന്മാരും അവരോട് സത്യം ചെയ്തു. ഉടമ്പടി ചെയ്തിട്ട് 3 ദിവസം കഴിഞ്ഞ ശേഷം അവർ സമീപസ്ഥന്മാർ എന്നും തങ്ങളുടെ ഇടയിൽ പാർക്കുന്നവർ എന്നും അവർ കേട്ടു. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ടതിന്റെ 3-ാം ദിവസം അവരുടെ പട്ടണങ്ങളിൽ എത്തി. അവരുടെ പട്ടണങ്ങൾ ഗിബെയോൻ, കെഫീര, ബേരോത്ത്, കിര്യത്ത്യാരീം എന്നിവ ആയിരുന്നു. സഭയിലെ പ്രഭുക്കന്മാർ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെക്കൊണ്ടു അവരോട് സത്യം ചെയ്തിരിക്കയാൽ ഇസ്രായേൽ മക്കൾ അവരെ സംഹരിച്ചില്ല. എന്നാൽ സഭ മുഴുവനും പ്രഭുക്കന്മാരുടെ നേരെ പിറുപിറുത്തു. പ്രഭുക്കന്മാർ എല്ലാവരും സർവ്വസഭയോടും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെക്കൊണ്ടു ഞങ്ങൾ അവരോട് സത്യം ചെയ്തിരിക്കയാൽ നമുക്ക് അവരെ തൊട്ടുകൂടാ. നാം അവരോട് ഇങ്ങനെ ചെയ്തു അവരെ ജീവനോടെ രക്ഷിക്കണം. അല്ലാഞ്ഞാൽ ചെയ്തുപോയ സത്യനിമിത്തം കോപം നമ്മുടെ മേൽ വരും എന്നു പറഞ്ഞു. അവർക്ക് വാക്കുകൊടുത്തതുപോലെ പ്രഭുക്കന്മാർ അവരോട് ഇവർ ജീവനോടെ ഇരിക്കട്ടെ, എങ്കിലും അവർ സർവ്വസഭയ്ക്കും വിറകുകീറുന്നവരും വെള്ളം കോരുന്നവരും ആയിരിക്കണം എന്നു പറഞ്ഞു. പിന്നെ യോശുവ അവരെ വിളിച്ചു അവരോട് നിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ പാർത്തിരിക്കെ ബഹുദൂരസ്ഥന്മാർ എന്നു പറഞ്ഞു ഞങ്ങളെ വഞ്ചിച്ചതു എന്തു? ആകയാൽ നിങ്ങൾ ശപിക്കപ്പെട്ടവർ, എന്റെ ദൈവത്തിന്റെ ആലയത്തിനു വേണ്ടി വിറകുകീറുന്നവരും വെള്ളം കോരുന്നവരുമായ അടിമകൾ നിങ്ങളിൽ ഒരിക്കലും ഇല്ലാതിരിക്കയില്ല എന്നു പറഞ്ഞു. അവർ യോശുവയോടു നിന്റെ ദൈവമായ യഹോവ തന്റെ ദാസനായ മോശെയോടു നിങ്ങൾക്കു ഈ ദേശമെല്ലാം തരുമെന്നും നിങ്ങളുടെ മുമ്പിൽ നിന്നു ഈ ദേശനിവാസികളെ ഒക്കെയും നശിപ്പിക്കുമെന്നും കൽപ്പിച്ച പ്രകാരം അടിയങ്ങൾക്കു അറിവു കിട്ടിയതിനാൽ നിങ്ങളുടെ നിമിത്തം ഞങ്ങളുടെ ജീവനെക്കുറിച്ചു ഞങ്ങൾ ഏറ്റവും ഭയപ്പെട്ടു ഈ കാര്യം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇതാ ഞങ്ങൾ നിന്റെ കയ്യിൽ ഇരിക്കുന്നു, നിനക്കു ഹിതവും യുക്തവുമായി തോന്നുന്നതുപോലെ ഞങ്ങളോട് ചെയ്തുകൊള്ളുക എന്നു ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ അവരോട് ചെയ്തു. ഇസ്രായേൽ മക്കൾ അവരെ കൊല്ലാതവണ്ണം അവരുടെ കയ്യിൽ നിന്നു അവരെ രക്ഷിച്ചു. അന്നു യോശുവ അവരെ സഭയ്ക്കും യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തു അവന്റെ യാഗപീഠത്തിനും വേണ്ടി വിറകുകീറുന്നവരും വെള്ളം കോരുന്നവരുമായി നിയമിച്ചു. അങ്ങനെ ഇന്നുവരെയും ഇരിക്കുന്നു. യേശുവിന്റെ പുസ്തകം 10. യോശുവ ഹായി പട്ടണം പിടിച്ചു നിർമൂലമാക്കി എന്നും അവൻ യെരിഹോവിനോടും അതിന്റെ രാജാവിനോടും ചെയ്തുപോലെ ഹായിയോടും അതിന്റെ രാജാവിനോടും ചെയ്തു എന്നും ഗിബെയോൻ നിവാസികൾ ഇസ്രായേലിനോട് സഖ്യത ചെയ്തു അവരുടെ കൂട്ടത്തിലായി എന്നും യെരൂശലേം രാജാവായ അദോനീസേദെക്ക് കേട്ടപ്പോൾ ഗിബെയോൻ രാജനഗരങ്ങളിൽ ഒന്നുപോലെ വലിയൊരു പട്ടണവും ഹായിയേക്കാൾ വലിയതും അവിടത്തെ പുരുഷന്മാർ എല്ലാവരും പരാക്രമശാലികളും ആയിരുന്നതുകൊണ്ടു അവർ ഏറ്റവും ഭയപ്പെട്ടു. ആകയാൽ യെരൂശലേം രാജാവായ അദോനീസേദെക്ക് ഹെബ്രോൻ രാജാവായ ഹോഹാമിന്റെയും യർമൂത്ത് രാജാവായ പിരാമിന്റെയും ലാഖീസ് രാജാവായ യാഹിയുടെയും എഗ്ലോൻ രാജാവായ ദബീരിന്റെയും അടുക്കൽ ആളയച്ചു. ഗിബെയോൻ യോശുവയോടും ഇസ്രായേൽ മക്കളോടും സഖ്യത ചെയ്കൊണ്ടു നാം അതിനെ നശിപ്പിക്കേണ്ടതെന്നു എന്നെ സഹായിപ്പിൻ എന്നു പറയിച്ചു. ഇങ്ങനെ യെരൂശലേം രാജാവു, ഹെബ്രോൻ രാജാവു, യർമൂത്ത് രാജാവു, ലാഖീസ് രാജാവു, എഗ്ലോൻ രാജാവു എന്നീ 5 അമോര്യ രാജാക്കന്മാരും ഒരുമിച്ചുകൂടി. അവരും അവരുടെ സൈന്യങ്ങളൊക്കെയും ചെന്നു ഗിബെയോന്നു നേരെ പാളയം ഇറങ്ങി അതിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ ഗിബെയോന്യർ ഗിൽഗാലിൽ പാളയത്തിലേക്ക് യോശുവയുടെ അടുക്കൽ ആളയച്ചു. അടിയങ്ങളെ കൈവിടാതെ വേഗം ഞങ്ങളുടെ അടുക്കൽ വന്നു ഞങ്ങളെ സഹായിച്ചു രക്ഷിക്കണമേ. പർവ്വതങ്ങളിൽ പാർക്കുന്ന അമോര്യ രാജാക്കന്മാർ ഒക്കെയും ഞങ്ങൾക്ക് വിരോധമായിട്ട് ഒന്നിച്ചു കൂടിയിരിക്കുന്നു എന്നു പറയിച്ചു. എന്നാറെ യോശുവയും പടച്ചനം ഒക്കെയും സകലപരാക്രമശാലികളും ഗിൽഗാലിൽ നിന്നു പുറപ്പെട്ടു. യഹോവ യോശുവയോടു അവരെ ഭയപ്പെടരുതു, ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, അവരിൽ ഒരുത്തനും നിന്റെ മുമ്പിൽ നിൽക്കയില്ല എന്നു അരുളിച്ചെയ്തു. യോശുവ ഗിൽഗാലിൽ നിന്നു പുറപ്പെട്ടു രാത്രി മുഴുവനും നടന്നു പെട്ടെന്നു അവരെ എതിർത്തു. യഹോവ അവരെ ഇസ്രായേലിന്റെ മുമ്പിൽ കുഴക്കി. ഗിബെയോനിൽ വെച്ചു അവരെ കഠിനമായി തോൽപ്പിച്ചു ബേത്ത്ഹോരോനിലേക്കുള്ള കയറ്റം വഴിയായി അവരെ ഓടിച്ചു അസേക്കവരെയും മക്കേദവരെയും അവരെ വെട്ടി. അങ്ങനെ അവർ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്നു ഓടി. ബേത്ത്ഹോരോൻ ഇറക്കത്തിൽ വെച്ചു അസേക്കവരെ യഹോവ ആകാശത്തിൽ നിന്നു വലിയ കല്ലു അവരുടെ മേൽ പെയ്യിച്ചു അവരെ കൊന്നു. ഇസ്രായേൽ മക്കൾ വാൾകൊണ്ടു കൊന്നവരെക്കാൾ കൽമഴയാൽ മരിച്ചുപോയവർ അധികം ആയിരുന്നു. എന്നാൽ യഹോവ അമോര്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ചു. ഇസ്രായേൽ മക്കൾ കേൾക്കെ, സൂര്യ, നീ ഗിബെയോനിലും ചന്ദ്ര, നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്ക എന്നു പറഞ്ഞു. ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു, ചന്ദ്രനും നിശ്ചലമായി. ശൂരന്മാരുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. ഇങ്ങനെ സൂര്യൻ ആകാശമധ്യേ ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതെ നിന്നു.
യഹോവ ഒരു മനുഷ്യന്റെ വാക്കു കേട്ടനുസരിച്ച ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല. യഹോവ തന്നെയായിരുന്നു യിസ്രായേലിനു വേണ്ടി യുദ്ധം ചെയ്തതു. അനന്തരം യോശുവയും യിസ്രായേലൊക്കെയും ഗിൽഗാലിൽ പാളയത്തിലേക്ക് മടങ്ങിവന്നു. എന്നാൽ ആ രാജാക്കന്മാർ അവരും ഓടി മക്കേദയിലെ ഗുഹയിൽ ചെന്നു ഒളിച്ചു. രാജാക്കന്മാർ അവരും മക്കേദയിലെ ഗുഹയിൽ ഒളിച്ചിരിക്കുന്നതായി കണ്ടു എന്നു യോശുവയ്ക്കു അറിവു കിട്ടി. എന്നാറെ യോശുവ ഗുഹയുടെ ദ്വാരത്തിങ്കൽ വലിയ കല്ലുകൾ ഉരുട്ടിവെച്ചു അവരെ കാക്കേണ്ടതിനു അവിടെ ആളെയാക്കുവിൻ. നിങ്ങളോ നിൽക്കാതെ ശത്രുക്കളെ പിന്തുടർന്നു അവരുടെ പിൻപടയെ സംഹരിപ്പിൻ. പട്ടണങ്ങളിൽ കടപ്പാൻ അവരെ സമ്മതിക്കരുതു. നിങ്ങളുടെ ദൈവമായ യഹോവ അവരെ നിങ്ങളുടെ കൈയിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നു പറഞ്ഞു. അങ്ങനെ അവർ ഒടുങ്ങും വരെ യോശുവയും യിസ്രായേൽ മക്കളും അവരിൽ ഒരു മഹാസംഹാരം നടത്തിക്കഴിഞ്ഞപ്പോൾ ശേഷിച്ചവർ ഉറപ്പുള്ള പട്ടണങ്ങളിൽ ശരണം പ്രാപിച്ചു. ജനമൊക്കെയും സമാധാനത്തോടെ മക്കേദയിലെ പാളയത്തിൽ യോശുവയുടെ അടുക്കൽ മടങ്ങിവന്നു. യിസ്രായേൽ മക്കളിൽ യാതൊരുത്തന്റെയും നേരെ ആരും തന്റെ നാവു അനക്കിയതുമില്ല. പിന്നെ യോശുവ ഗുഹയുടെ ദ്വാരത്തെ തുറന്നു രാജാക്കന്മാരെ അവരെയും ഗുഹയിൽ നിന്നു എന്റെ അടുക്കൽ പുറത്തു കൊണ്ടുവരുവിൻ എന്നു പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തു. യെരൂശലേം രാജാവു, ഹെബ്രോൻ രാജാവു, യർമൂത്ത് രാജാവു, ലാഖീസ് രാജാവു, എഗ്ലോൻ രാജാവു എന്നീ 5 രാജാക്കന്മാരെയും ഗുഹയിൽ നിന്നു അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. രാജാക്കന്മാരെ യോശുവയുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യോശുവ ഇസ്രായേൽ പുരുഷന്മാരെ ഒക്കെയും വിളിപ്പിച്ചു തന്നോടുകൂടെ പോയ പടജ്ജനത്തിന്റെ അധിപതിമാരോടു അടുത്തുവന്നു, ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ കാൽ വെപ്പിൻ എന്നു പറഞ്ഞു. അവർ അടുത്തുചെന്നു അവരുടെ കഴുത്തിൽ കാൽ വെച്ചു. യോശുവ അവരോടു, ഭയപ്പെടരുതു, ശങ്കിക്കരുതു, ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിപ്പിൻ. നിങ്ങൾ യുദ്ധം ചെയ്യുന്ന സകല ശത്രുക്കളോടും യഹോവ ഇങ്ങനെ തന്നെ ചെയ്യും എന്നു പറഞ്ഞു. അതിന്റെ ശേഷം യോശുവ അവരെ വെട്ടിക്കൊന്നു 5 മരത്തിന്മേൽ തൂക്കി. അവർ സന്ധ്യവരെ തൂങ്ങിക്കിടന്നു. സൂര്യൻ അസ്തമിക്കുന്ന സമയത്തു യോശുവയുടെ കൽപ്പനപ്രകാരം അവരെ മരത്തിന്മേൽ നിന്നു ഇറക്കി അവർ ഒളിച്ചിരുന്ന ഗുഹയിൽ ഇട്ടു. ഗുഹയുടെ ദ്വാരത്തിങ്കൽ വലിയ കല്ല് ഉരുട്ടിവെച്ചു. അതു ഇന്നുവരെയും അവിടെ ഇരിക്കുന്നു. അന്നു യോശുവ മക്കേദ പിടിച്ചു വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ചു. അതിനെയും അതിലെ രാജാവിനെയും അവിടെയുള്ള എല്ലാവരെയും നിർമൂലമാക്കി. ഒരുത്തനെയും ശേഷിപ്പിച്ചില്ല. അവൻ യെരിഹോ രാജാവിനോട് ചെയ്തുപോലെ തന്നെ മക്കേദാരാജാവിനോടും ചെയ്തു. യോശുവയും അവനോടുകൂടെ ഇസ്രായേലൊക്കെയും മക്കേദയിൽ നിന്നു ലിബ്നയ്ക്കു ചെന്നു ലിബ്നയോട് യുദ്ധം ചെയ്തു. യഹോവ അതിനെയും അതിലെ രാജാവിനെയും യിസ്രായേലിന്റെ കൈയിൽ ഏൽപ്പിച്ചു. അവർ അതിനെയും അതിലുള്ള എല്ലാവരെയും വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ചു. അവിടെ ഒരുത്തനെയും ശേഷിപ്പിച്ചില്ല. യെരിഹോ രാജാവിനോട് ചെയ്തുപോലെ അവർ അവിടത്തെ രാജാവിനോടും ചെയ്തു. യോശുവയും അവനോടുകൂടെ ഇസ്രായേലൊക്കെയും ലിബ്നയിൽ നിന്നു ലാഖീശിന്നു ചെന്നു അതിന്റെ നേരെ പാളയം ഇറങ്ങി അതിനോട് യുദ്ധം ചെയ്തു. യഹോവ ലാഖീശിനെ ഇസ്രായേലിന്റെ കൈയിൽ ഏൽപ്പിച്ചു. അവർ അതിനെ 2-ാം ദിവസം പിടിച്ചു. ലിബ്നയോട് ചെയ്തുപോലെ ഒക്കെയും അതിനെയും അതിലുള്ള എല്ലാവരെയും വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ചു. അപ്പോൾ ഗേസർ രാജാവായ ഹോരാം ലാഖീശിനെ സഹായിപ്പാൻ വന്നു. എന്നാൽ യോശുവ അവനെയും അവന്റെ ജനത്തെയും ആരും ശേഷിക്കാതവണ്ണം സംഹരിച്ചു. യോശുവയും ഇസ്രായേലൊക്കെയും ലാഖീശിൽ നിന്നു എഗ്ലോന്നു ചെന്നു അതിന്റെ നേരെ പാളയമിറങ്ങി അതിനോട് യുദ്ധം ചെയ്തു. അവർ അന്നു തന്നെ അതിനെ പിടിച്ചു വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ചു. ലാഖീശിനോട് ചെയ്തുപോലെ ഒക്കെയും അവൻ അതിലുള്ള എല്ലാവരെയും അന്നു നിർമൂലമാക്കി. യോശുവയും ഇസ്രായേലൊക്കെയും എഗ്ലോനിൽ നിന്നു ഹെബ്രോന്നു ചെന്നു അതിന്റെ നേരെ യുദ്ധം ചെയ്തു. അവർ അതിനെ പിടിച്ചു വാളിന്റെ വായ്ത്തലയാൽ അതിനെയും അതിലെ രാജാവിനെയും അതിന്റെ എല്ലാ പട്ടണങ്ങളെയും അതിലുള്ള എല്ലാവരെയും സംഹരിച്ചു. അവൻ എഗ്ലോനോട് ചെയ്തുപോലെ ഒക്കെയും അതിനെയും അതിലുള്ള സകല മനുഷ്യരെയും ആരും ശേഷിക്കാതവണ്ണം നിർമൂലമാക്കി. പിന്നെ യോശുവയും എല്ലാ ഇസ്രായേലും തിരിഞ്ഞു ദെബീരിന്നു ചെന്നു അതിന്റെ നേരെ യുദ്ധം ചെയ്തു. അവൻ അതിനെയും അതിലെ രാജാവിനെയും അതിന്റെ എല്ലാ പട്ടണങ്ങളെയും പിടിച്ചു വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ചു. അതിലുള്ള എല്ലാവരെയും ആരും ശേഷിക്കാതവണ്ണം നിർമൂലമാക്കി. അവൻ ഹെബ്രോനോട് ചെയ്തുപോലെയും ലിബ്നയോടും അതിലെ രാജാവിനോടും ചെയ്തുപോലെയും ദെബീരിനോടും അതിലെ രാജാവിനോടും ചെയ്തു. ഇങ്ങനെ യോശുവ മലനാടു, തെക്കേ ദേശം, താഴ്വീതി, മലഞ്ചെരിവുകൾ എന്നിങ്ങനെയുള്ള ദേശം ഒക്കെയും അവിടങ്ങളിലെ സകല രാജാക്കന്മാരെയും ജയിച്ചടക്കി. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിച്ചതുപോലെ അവൻ ഒരുത്തനെയും ശേഷിപ്പിക്കാതെ സകല ജീവികളെയും നിർമൂലമാക്കി. യോശുവ കാദേശ് ബർന്നയെ മുതൽ കസ്സാവരെയും ഗിബെയോൻ വരെയും ഗോശൻ ദേശം ഒക്കെയും ജയിച്ചടക്കി. ഈ രാജാക്കന്മാരെ ഒക്കെയും അവരുടെ ദേശത്തെയും യോശുവ ഒരേ സമയത്ത് പിടിച്ചു.
ഇസ്രായേലിന്റെ ദൈവമായ യഹോവയായിരുന്നു ഇസ്രായേലിനു വേണ്ടി യുദ്ധം ചെയ്തതു. പിന്നെ യോശുവയും എല്ലാ ഇസ്രായേലും ഗിൽഗാലിൽ പാളയത്തിലേക്ക് മടങ്ങിപ്പോന്നു. യേശുവിന്റെ പുസ്തകം 11. അനന്തരം ഹാസോർ രാജാവായ യാബീൻ ഇതു കേട്ടപ്പോൾ അവൻ മാദോൻ രാജാവായ യോബാബ്, ശിംരോൻ രാജാവു, അക്ഷാഫ് രാജാവു എന്നിവരുടെ അടുക്കലും വടക്കുമലൻ പ്രദേശത്തും കിന്നെരോത്തിന്നു തെക്കു സമഭൂമിയിലും താഴ്വീതിയിലും പടിഞ്ഞാറു ദോർമേടുകളിലും ഉള്ള രാജാക്കന്മാരുടെ അടുക്കലും കിഴക്കും പടിഞ്ഞാറുമുള്ള കനാന്യർ, പർവ്വതങ്ങളിലെ അമോര്യർ, ഹിത്യർ, പെരിസ്യർ, യബൂസ്യർ, മിസ്പെദേശത്തു ഹെർമോന്റെ അടിവാരത്തുള്ള ഹിവ്യർ എന്നിവരുടെ അടുക്കലും ആളയച്ചു. അവർ പെരുപ്പത്തിൽ കടൽക്കരയിലെ മൽപോലെ അനവധി ജനവും എത്രയും വളരെ കുതിരകളും രഥങ്ങളും കൂടിയ സൈന്യങ്ങളുമായി പുറപ്പെട്ടു. ആ രാജാക്കന്മാർ എല്ലാവരും ഒന്നിച്ചുകൂടി ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ മേരോം തടാകത്തിനരികെ വന്നു ഒരുമിച്ചു പാളയമിറങ്ങി. അപ്പോൾ യഹോവ യോശുവയോട്, അവരെ പേടിക്കേണ്ട, ഞാൻ നാളെ ഈ നേരം അവരെ ഒക്കെയും ഇസ്രായേലിന്റെ മുമ്പിൽ ചത്തുവീഴുമാറാക്കും. നീ അവരുടെ കുതിരകളുടെ കുതിനിരമ്പു വെട്ടി രഥങ്ങൾ തീയിട്ടു ചുട്ടുകളയണം. അങ്ങനെ യോശുവയും പടജ്ജനം ഒക്കെയും മേരോം തടാകത്തിനരികെ പെട്ടെന്നു അവരുടെ നേരെ വന്നു അവരെ ആക്രമിച്ചു. യഹോവ അവരെ ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ അവരെ തോൽപ്പിച്ചു. മഹാനഗരമായ സീദോൻ വരെയും മിസ്രെഫോത്ത് മയീം വരെയും കിഴക്കോട്ടു മിസ്പെ താഴ്വീതി വരെയും അവരെ ഓടിച്ചു. ആരും ശേഷിക്കാതവണ്ണം സംഹരിച്ചു കളഞ്ഞു. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ യോശുവ അവരോട് ചെയ്തു. അവരുടെ കുതിരകളുടെ കുതിനിരമ്പു വെട്ടി രഥങ്ങൾ തീയിട്ടു ചുട്ടുകളഞ്ഞു. യോശുവ ആ സമയം തിരിഞ്ഞു ഹാസോർ പിടിച്ചു. അതിലെ രാജാവിനെ വാൾ കൊണ്ടു കൊന്നു. ഹാസോർ മുമ്പേ ആ രാജ്യങ്ങൾക്ക് ഒക്കെയും മൂലസ്ഥാനമായിരുന്നു. അവർ അതിലെ സകലമനുഷ്യരെയും വാളിന്റെ വായ്ത്തലയാൽ വെട്ടി നിർമൂലമാക്കി. ആരും ജീവനോടെ ശേഷിച്ചില്ല. അവൻ ഹാസോരിനെ തീ കൊടുത്തു ചുട്ടുകളഞ്ഞു. ആ രാജാക്കന്മാരുടെ എല്ലാ പട്ടണങ്ങളെയും അവയിലെ രാജാക്കന്മാരെ ഒക്കെയും യോശുവ പിടിച്ചു വാളിന്റെ വായ്ത്തലയാൽ വെട്ടി നിർമൂലമാക്കിക്കളഞ്ഞു. യഹോവയുടെ ദാസനായ മോശെ കൽപ്പിച്ചതുപോലെ തന്നെ. എന്നാൽ കുന്നുകളിലെ പട്ടണങ്ങൾ ഒന്നും ഇസ്രായേൽ ചുട്ടുകളഞ്ഞില്ല. ഹാസോർ മാത്രമേ യോശുവ ചുട്ടുകളഞ്ഞുള്ളൂ. ഈ പട്ടണങ്ങളിലെ കൊള്ള ഒക്കെയും കന്നുകാലികളെയും ഇസ്രായേൽ മക്കൾ തങ്ങൾക്കു തന്നെ എടുത്തു. എങ്കിലും മനുഷ്യരെ ഒക്കെയും അവർ വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ചു. ആരെയും ജീവനോടെ ശേഷിപ്പിച്ചില്ല. യഹോവ തന്റെ ദാസനായ മോശയോട് കൽപ്പിച്ചതുപോലെ മോശെ യോശുവയോട് കൽപ്പിച്ചു. യോശുവ അങ്ങനെ തന്നെ ചെയ്തു. യഹോവ മോശയോട് കൽപ്പിച്ചതിൽ ഒന്നും അവൻ ചെയ്യാതെ വിട്ടില്ല. ഇങ്ങനെ മലനാടും തെക്കേദേശമൊക്കെയും ഗോഷേൻ ദേശം ഒക്കെയും താഴ്വീതിയും അരാബയും ഇസ്രായേൽ നാടും അതിന്റെ താഴ്വീതിയും സെയീരിലേക്കുള്ള കയറ്റത്തിലെ മൊട്ടക്കുന്നു തുടങ്ങി ഹെർമോൻ പർവ്വതത്തിന്റെ അടിവാരത്തുള്ള ലെബാനോൻ താഴ്വരയിലെ ബാൽഗാദ് വരെയുള്ള ദേശമൊക്കെയും യോശുവ പിടിച്ചു. അവിടങ്ങളിലെ സകല രാജാക്കന്മാരെയും അവൻ പിടിച്ചു വെട്ടിക്കുന്നു. ആ രാജാക്കന്മാരോട് ഒക്കെയും യോശുവ ഏറിയ കാലം യുദ്ധം ചെയ്തിരുന്നു. ഗിബെയോൻ നിവാസികളായ ഹിവ്യർ ഒഴികെ ഒരു പട്ടണക്കാരും ഇസ്രായേൽ മക്കളോട് സഖ്യത ചെയ്തില്ല. ശേഷമൊക്കെയും അവർ യുദ്ധത്തിൽ പിടിച്ചടക്കി. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവരെ നിർമൂലമാക്കുകയും കരുണ കൂടാതെ നശിപ്പിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം അവർ നെഞ്ചുറപ്പിച്ചു. ഇസ്രായേലിനോട് യുദ്ധത്തിനു പുറപ്പെടേണ്ടതെന്നു യഹോവ സംഗതി വരുത്തിയിരുന്നു. അക്കാലത്ത് യോശുവ ചെന്നു മലനാടായ ഹെബ്രോൻ, ദെബീർ, അനാബ്, യഹൂദ മലനാടു, ഇസ്രായേല്യ മലനാടു എന്നീ ഇടങ്ങളിൽ നിന്നൊക്കെയും അനാക്യരെ സംഹരിച്ചു. അവരുടെ പട്ടണങ്ങളോടുകൂടെ യോശുവ അവരെ നിർമൂലമാക്കി. ഗസ്സയിലും ഗത്തിലും അസ്തോദിലും മാത്രമല്ലാതെ ഇസ്രായേൽ മക്കളുടെ ദേശത്തെങ്ങും ഒരു അനാക്യനും ശേഷിച്ചിരുന്നില്ല. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും യോശുവ ദേശം മുഴുവനും പിടിച്ചു. യോശുവ അതിനെ ഇസ്രായേലിനു ഗോത്രവിഭാഗപ്രകാരം ഭാഗിച്ചു കൊടുത്തു. ഇങ്ങനെ യുദ്ധം തീർന്നു ദേശത്തിനു സ്വസ്ഥത വന്നു. യേശുവിന്റെ പുസ്തകം 12. ഇസ്രായേൽ മക്കൾ യോർദാനക്കരെ കിഴക്കു അർന്നോൻ താഴ്വര മുതൽ ഹെർമോൻ പർവ്വതം വരെയുള്ള രാജ്യവും കിഴക്കെ അരാബ് മുഴുവനും കൈവശമാക്കുകയിൽ സംഹരിച്ചു കളഞ്ഞ തദ്ദേശ രാജാക്കന്മാർ ഇവർ ആകുന്നു. ഹെശ്ബോനിൽ പാർത്തിരുന്ന അമോറിയ രാജാവായ സീഹോൻ. അവൻ അർന്നോൻ ആറ്റുവക്കത്തുള്ള അരോവേർ മുതൽ താഴ്വരയുടെ മധ്യഭാഗവും ഗിലെയാദിന്റെ പാതിയും അമ്മോന്യരുടെ അതിരായ യബ്ബോക്ക് നദിവരെയും കിന്നെരോത്ത് കടലും അരാബയിലെ കടലായ ഉപ്പുകടലും വരെ ബേത്യെഷീമോത്തോളം ഉള്ള കിഴക്കെ അരാബയും പിസ്കച്ചെരിവിന്റെ താഴെ തേമാനും വാണിരുന്നു. ബാശാൻ രാജാവായ ഓഗിന്റെ ദേശവും അവർ പിടിച്ചടക്കി. മല്ലന്മാരിൽ ശേഷിച്ച ഇവർ അസ്തരോത്തിലും എദ്രയിലും പാർത്തു. ഹെർമോൻ പർവ്വതവും സൽക്കയും ബാശാൻ മുഴുവനും ഗെശൂര്യരുടെയും മാഖാത്യരുടെയും ദേശവും ഗിലെയാദിന്റെ പാതിയും ഹെശ്ബോൻ രാജാവായ സീഹോന്റെ അതിർവരെയും വാണിരുന്നു.
അവരെ യഹോവയുടെ ദാസനായ മോശെയും യിസ്രായേൽ മക്കളും കൂടെ സംഹരിച്ചു. യഹോവയുടെ ദാസനായ മോശെ അവരുടെ ദേശം രൂബേന്യർക്കും ഗാദ്യർക്കും മനശ്ശെയുടെ പാതി ഗോത്രത്തിനും അവകാശമായി കൊടുത്തു. എന്നാൽ യോശുവയും യിസ്രായേൽ മക്കളും യോർദാനിക്കരെ പടിഞ്ഞാറു ലെബാനോന്റെ താഴ്വരയിലെ ബാൽഗാദ് മുതൽ സെയിരിലേക്കുള്ള കയറ്റത്തിലെ മുട്ടക്കുന്നുവരെ ജയിച്ചടക്കുകയും യോശുവ ഇസ്രായേലിനു ഗോത്രവിഭാഗപ്രകാരം അവകാശമായി കൊടുക്കുകയും ചെയ്ത ദേശത്തിലെ രാജാക്കന്മാർ ഇവർ ആകുന്നു. മലനാട്ടിലും താഴ്വീതിയിലും അരാബയിലും മലഞ്ചെരിവുകളിലും മരുഭൂമിയിലും തെക്കേ ദേശത്തും ഉള്ള ഹിത്യൻ, അമോറിയൻ, കനാന്യൻ, പെരിസ്യൻ, ഹിവ്യൻ, യെബൂസ്യൻ എന്നിവർ തന്നെ. യെരീഹോ രാജാവ് ഒന്നു, ബേഥേലിനരികെയുള്ള ഹായ് രാജാവ് ഒന്നു, യെരൂശലേം രാജാവ് ഒന്നു, ഹെബ്രോൻ രാജാവ് ഒന്നു, യർമൂത്ത് രാജാവ് ഒന്നു, ലാഖീഷിലെ രാജാവ് ഒന്നു, എഗ്ലോനിലെ രാജാവ് ഒന്നു, ഗേസർ രാജാവ് ഒന്നു, ദെബീർ രാജാവ് ഒന്നു, ഗേദർ രാജാവ് ഒന്നു, ഹോർമ രാജാവ് ഒന്നു, ആരാദ് രാജാവ് ഒന്നു, ലിബ്ന രാജാവ് ഒന്നു, അതുല്ലാം രാജാവ് ഒന്നു, മക്കേദാ രാജാവ് ഒന്നു, ബേഥേൽ രാജാവ് ഒന്നു, തപ്പൂഹ രാജാവ് ഒന്നു, ഹേഫെർ രാജാവ് ഒന്നു, അഫേക് രാജാവ് ഒന്നു, ഷാരോൻ രാജാവ് ഒന്നു, മാദോൻ രാജാവ് ഒന്നു, ഹാസോർ രാജാവ് ഒന്നു, ഷിംറോൻ മെരോൻ രാജാവ് ഒന്നു, അക്ഷാപ്പു രാജാവ് ഒന്നു, താനാക് രാജാവ് ഒന്നു, മെഗിദ്ദോ രാജാവ് ഒന്നു, കാദേശ് രാജാവ് ഒന്നു, കർമ്മേലിലെ യൊക്നെയാം രാജാവ് ഒന്നു, ദോർമേട്ടിലെ ദോർ രാജാവ് ഒന്നു, ഗിൽഗാലിലെ ജാതികളുടെ രാജാവ് ഒന്നു, തിർസാ രാജാവ് ഒന്നു. ആകെ 31 രാജാക്കന്മാർ. യേശുവിന്റെ പുസ്തകം 13. യോശുവ വയസ്സുചെന്നു വൃദ്ധനായപ്പോൾ യഹോവ അവനോട് അരുളിച്ചെയ്തതു, നീ വയസ്സുചെന്നു വൃദ്ധനായിരിക്കുന്നു, ഇനി ഏറ്റവും വളരെ ദേശം കൈവശമാക്കുവാനുണ്ടു. ഇനിയും ശേഷിച്ചിരിക്കുന്ന ദേശം ഏതെന്നാൽ മിസ്രയീമിന്റെ കിഴക്കുള്ള സീഹോർ മുതൽ വടക്കോട്ടു കനാന്യർക്കുള്ളതെന്നു എണ്ണിവരുന്ന എക്രോന്റെ അതിർവരെയുള്ള ഫെലിസ്ത്യ ദേശങ്ങൾ ഒക്കെയും ഗെശൂറിയരും, ഗസ്സാത്യൻ, അസ്തോദ്യൻ, അസ്കലോന്യൻ, ഗിത്യൻ, എക്രോന്യൻ എന്നീ 5 ഫെലിസ്ത്യ പ്രഭുക്കന്മാരും, തെക്കുള്ള അവ്യരും അഫേക് വരെയും അമോറിയരുടെ അതിർവരെയുമുള്ള കനാന്യരുടെ ദേശം ഒക്കെയും, സീദോന്യർക്കുള്ള മെയാരയും ഗിബല്യരുടെ ദേശവും കിഴക്ക് ഹെർമോൻ പർവ്വതത്തിന്റെ അടിവരാത്തിലെ ബാൽഗാദ് മുതൽ ഹമാത്തിലേക്ക് തിരിയുന്ന സ്ഥലം വരെയുള്ള ലെബാനോൻ ഒക്കെയും, ലെബാനോൻ മുതൽ മിസ്രെഫോത്ത് മയീം വരെയുള്ള പർവ്വതവാസികൾ ഒക്കെയും എല്ലാ സീദോന്യരും തന്നെ. ഇവരെ ഞാൻ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്നു നീക്കിക്കളയും. ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ നീ ഇസ്രായേലിനു അതു അവകാശമായി വിഭാഗിച്ചാൽ മതി. ആകയാൽ ഈ ദേശം 9 ഗോത്രങ്ങൾക്കും മനശ്ശെയുടെ പാതിഗോത്രത്തിനും അവകാശമായി വിഭാഗിക്കാം. അവനോടുകൂടെ രൂബേന്യരും ഗാദ്യരും മോശെ അവർക്ക് യോർദാനക്കരെ കിഴക്ക് കൊടുത്തിട്ടുള്ള അവകാശം യഹോവയുടെ ദാസനായ മോശെ കൊടുത്തതുപോലെ തന്നെ പ്രാപിച്ചിരിക്കുന്നുവല്ലോ. അർന്നോൻ താഴ്വരയുടെ അറ്റത്തുള്ള അരോവേരും താഴ്വരയുടെ നടുവിലുള്ള പട്ടണം മുതൽ ദീബോൻ വരെയുള്ള മേദെബാ സമഭൂമി മുഴുവനും, അമ്മോന്യരുടെ അതിർവരെ ഹെശ്ബോനിൽ വാണിരുന്ന അമോറിയ രാജാവായ സീഹോന്റെ എല്ലാ പട്ടണങ്ങളും, ഗിലെയാദും ഗെശൂറിയരുടെയും മാഖാത്യരുടെയും ദേശവും ഹെർമോൻ പർവ്വതം ഒക്കെയും സൽക്കാവരെയുള്ള ബാശാൻ മുഴുവനും, അസ്താരോത്തിലും എദ്രയിലും വാണവനും മല്ലന്മാരിൽ ശേഷിച്ചവനുമായ ബാശാനിലെ ഓഗിന്റെ രാജ്യം ഒക്കെയും തന്നെ. ഇവരെ മോശെ തോൽപ്പിച്ചു നീക്കിക്കളഞ്ഞിരുന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾ ഗെശൂര്യരെയും മാഖാത്യരെയും നീക്കിക്കളഞ്ഞില്ല. അവർ ഇന്നുവരെയും ഇസ്രായേല്യരുടെ ഇടയിൽ പാർത്തുവരുന്നു. ലേവിഗോത്രത്തിനു അവൻ ഒരു അവകാശവും കൊടുത്തില്ല. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ദഹനയാഗങ്ങൾ താൻ അവരോട് കൽപ്പിച്ചതുപോലെ അവരുടെ അവകാശം ആകുന്നു. എന്നാൽ മോശെ രൂബേൻ ഗോത്രത്തിനു കുടുംബം കുടുംബമായി അവകാശം കൊടുത്തു. അവരുടെ ദേശം അർന്നോൻ താഴ്വരയുടെ അറ്റത്തെ അരോവേരും താഴ്വരയുടെ നടുവിലെ പട്ടണവും മുതൽ മേദബയോട് ചേർന്ന സമഭൂമി മുഴുവനും ഹെശ്ബോനും സമൂമിയിലുള്ള അതിന്റെ എല്ലാ പട്ടണങ്ങളും, ദീബോനും ബാമോത്ത്ബാലും ബേത്ത്ബാൽ മേയോനും, യഹ്സയും കെദേമോത്തും മേഫാത്തും കിറിയത്തീമും, സിബ്മയും സമഭൂമിയിലെ മലയിലുള്ള സേരത്ത് ഷഹരും, ബേത്തേയോരും പിസ്കച്ചെരിവുകളും ബേത്തേഷീമോത്തും, സമഭൂമിയിലെ എല്ലാ പട്ടണങ്ങളും, ഹെശ്ബോനിൽ വാണിരുന്ന അമോറിയ രാജാവായ സീഹോന്റെ രാജ്യം ഒക്കെയും തന്നെ. അവനെയും സീഹോന്റെ പ്രഭുക്കന്മാരായി ദേശത്തു പാർത്തിരുന്ന ഏവി, രേക്കെം, സൂർ, ഹൂർ, രേബ എന്നീ മിദ്യാന്യ പ്രഭുക്കന്മാരെയും മോശെ സംഹരിച്ചു. ഇസ്രായേൽ മക്കൾ കൊന്നവരുടെ കൂട്ടത്തിൽ ബെയോരിന്റെ മകനായ ബിലെയാം എന്ന പ്രശ്നക്കാരനെയും വാൾകൊണ്ടു കൊന്നു. രൂബേന്യരുടെ അതിർ യോർദാൻ ആയിരുന്നു. ഈ പട്ടണങ്ങൾ അവയുടെ ഗ്രാമങ്ങളുൾപ്പെടെ രൂബേന്യർക്ക് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം.
പിന്നെ മോശെ ഗാദ് ഗോത്രത്തിനു കുടുംബം കുടുംബമായി ഗാദ്യർക്കു തന്നെ അവകാശം കൊടുത്തു. അവരുടെ ദേശം യസേരും ഗിലെയാദിലെ എല്ലാ പട്ടണങ്ങളും രബ്ബയുടെ നേരെയുള്ള അരോവേർ വരെ അമ്മോന്യരുടെ പാതിദേശവും ഹെശ്ബോൻ മുതൽ രാമത്മിസ്പയും ബെദോനീമും വരെയും മഹനയും മുതൽ ദെബീരിന്റെ അതിർവരെയും താഴ്വരയിൽ ഹെശ്ബോൻ രാജാവായ സീഹോന്റെ രാജ്യത്തിൽ ശേഷിപ്പുള്ള ബേത് ഹാരാം, ബേത് നിമ്രാം, സുക്കോത്ത്, സാഫോൻ എന്നിവയും തന്നെ യോർദാനക്കരെ കിഴക്ക് കിന്നെരോത്ത് തടാകത്തിന്റെ അറുതിവരെ യോർദാൻ അതിനു അതിരായിരുന്നു. ഈ പട്ടണങ്ങൾ അവയുടെ ഗ്രാമങ്ങളുൾപ്പെടെ കുടുംബം കുടുംബമായി ഗാദ്യർക്ക് കിട്ടിയ അവകാശം. പിന്നെ മോശെ മനശ്ശെയുടെ പാതിഗോത്രത്തിനു അവകാശം കൊടുത്തു. കുടുംബം കുടുംബമായി മനശ്ശെയുടെ പാതിഗോത്രത്തിനുള്ള അവകാശം ഇതു. അവരുടെ ദേശം മഹനയും മുതൽ ബാശാൻ മുഴുവനും, ബാശാൻ രാജാവായ ഓഗിന്റെ രാജ്യമൊക്കെയും, ബാശാനിൽ യായിരിന്റെ ഊരുകൾ എല്ലാം കൂടി 60 പട്ടണങ്ങളും. പാതിഗിലെയാദും ബാശാനിലെ ഓഗിന്റെ രാജ്യത്തിലെ പട്ടണങ്ങളായ അസ്തരോത്ത്, എദ്രെയി എന്നിവയും തന്നെ. ഇവ മനശ്ശെയുടെ മകനായ മാഗീരിന്റെ മക്കൾക്കു, മാഗീരിന്റെ മക്കളിൽ പാതിപ്പേർക്കു തന്നെ കുടുംബം കുടുംബമായി കിട്ടി. ഇതു മോശെ യെരിഹോവിനു കിഴക്കു യോർദാനക്കരെ മോവാബ് സമഭൂമിയിൽ വെച്ച് ഭാഗിച്ചു കൊടുത്ത അവകാശം ആകുന്നു. ലേവിഗോത്രത്തിനോ മോശെ ഒരു അവകാശവും കൊടുത്തില്ല. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അവരോട് കൽപ്പിച്ചതുപോലെ താൻ തന്നെ അവരുടെ അവകാശം ആകുന്നു. യേശുവിന്റെ പുസ്തകം 14. കനാൻ ദേശത്തു ഇസ്രായേൽ മക്കൾക്കു അവകാശമായി ലഭിച്ച ദേശങ്ങൾ ആവിതു. പുരോഹിതനായ എലയാസാരും നൂന്റെ മകനായ യോശുവയും ഇസ്രായേൽ ഗോത്രപിതാക്കന്മാരിൽ തലവന്മാരും ഇവ അവർക്കു വിഭാഗിച്ചു കൊടുത്തു. യഹോവ മോശെ മുഖാന്തരം കൽപ്പിച്ചതുപോലെ 9 ഗോത്രങ്ങൾക്കും ചീട്ടിട്ടായിരുന്നു അവകാശം ഭാഗിച്ചു കൊടുത്തതു. 2 ഗോത്രങ്ങൾക്ക് മോശെ യോർദാനക്കരെ അവകാശം കൊടുത്തിരുന്നു. ലേവ്യർക്കോ അവരുടെ ഇടയിൽ ഒരു അവകാശവും കൊടുത്തില്ല. യോസേഫിന്റെ മക്കൾ മനശ്ശെ, എഫ്രയീം എന്നു 2 ഗോത്രം ആയിരുന്നു. ലേവ്യർക്ക് പാർപ്പാൻ പട്ടണങ്ങളും അവരുടെ കന്നുകാലികൾക്കും മൃഗസമ്പത്തിനും വേണ്ടി പുൽപ്പുറങ്ങളും അല്ലാതെ ദേശത്തിൽ ഓഹരിയൊന്നും കൊടുത്തില്ല. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേൽ മക്കൾ അനുസരിച്ചു ദേശം വിഭാഗിച്ചു. അനന്തരം യഹൂദാമക്കൾ ഗിൽഗാലിൽ യോശുവയുടെ അടുക്കൽ വന്നു. കെനിസ്യനായ യിഫുന്നെയുടെ മകൻ കാലേബ് അവനോട് പറഞ്ഞതു, യഹോവ എന്നെയും നിന്നെയും കുറിച്ചു ദൈവപുരുഷനായ മോശയോട് കാദേശ് ബർന്നേയിൽ വെച്ചു പറഞ്ഞ കാര്യം നീ അറിയുന്നുവല്ലോ. യഹോവയുടെ ദാസനായ മോശെ കാദേശ് ബർന്നേയിൽ നിന്നു ദേശത്തെ ഒറ്റുനോക്കുവാൻ എന്നെ അയച്ചപ്പോൾ എനിക്ക് 40 വയസ്സായിരുന്നു. ഞാൻ വന്നു എന്റെ മനോബോധപ്രകാരം അവനോട് മറുപടി പറഞ്ഞു. എന്നോടുകൂടെ പോന്നിരുന്ന സഹോദരന്മാർ ജനത്തിന്റെ ഹൃദയം ഉരുകുമാറാക്കി. ഞാനോ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റിനിന്നു. നീ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റിനിന്നുകൊണ്ട് നീ കാൽവെച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കും എന്നു മോശെ അന്നു സത്യം ചെയ്തു പറഞ്ഞു. മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്തു യഹോവ മോശയോട് ഈ വാക്കു കൽപ്പിച്ചതു മുതൽ ഈ 45 സംവത്സരത്തോളവും എന്നെ ഇതാ താൻ അരുളി ചെയ്തിരുന്നതുപോലെ ജീവനോടെ വെച്ചിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. മോശെ എന്നെ അയച്ച നാളിലെപ്പോലെ ഇന്നും എനിക്ക് ആരോഗ്യം ഉണ്ടു. പടവെട്ടുവാനും പോകുകയും വരികയും ചെയ്യുവാനും എന്റെ ആരോഗ്യം അന്നത്തെപ്പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. ആകയാൽ യഹോവ അന്നു കൽപ്പിച്ച ഈ മല ഇപ്പോൾ എനിക്ക് തരിക. അനാക്യർ അവിടെ ഉണ്ടെന്നും പട്ടണങ്ങൾ വലിപ്പവും ഉറപ്പും ഉള്ളവ എന്നും നീ അന്നു കേട്ടിട്ടുണ്ടല്ലോ. യഹോവ എന്നോടുകൂടെ ഉണ്ടെങ്കിൽ താൻ അരുളി ചെയ്തപോലെ ഞാൻ അവരെ ഓടിച്ചുകളയും. അപ്പോൾ യോശുവ അവനെ അനുഗ്രഹിച്ചു. ഹെബ്രോൻ മല യെഫുന്നെയുടെ മകനായ കാലേബിനു അവകാശമായി കൊടുത്തു. അങ്ങനെ ഹെബ്രോൻ ഇന്നുവരെ കെനിസ്യനായ യെഫുന്നെയുടെ മകൻ കാലേബിനു അവകാശമായിരിക്കുന്നു. അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണമായി പറ്റിനിന്നുകൊണ്ടു തന്നെ. ഹെബ്രോന്നു പണ്ടു കിറിയത്ത് അർബ എന്നു പേരായിരുന്നു. അർബ എന്നവൻ അനാക്യരിൽ വെച്ചു അതിമഹാൻ ആയിരുന്നു. അങ്ങനെ യുദ്ധം തീർന്നു ദേശത്തിനു സ്വസ്ഥത വന്നു. യേശുവിന്റെ പുസ്തകം 15. യഹൂദാമക്കളുടെ ഗോത്രത്തിനു കുടുംബം കുടുംബമായി കിട്ടിയ ഓഹരി തെക്കെ ദേശത്തിന്റെ തെക്കേ അറ്റത്തു എദോമിന്റെ അതിരായ സീൻ മരുഭൂമി വരെ തന്നെ. അവരുടെ തെക്കേ അതിർ ഉപ്പുകടലിന്റെ അറ്റം മുതൽ തെക്കോട്ട് നീണ്ടിരിക്കുന്ന ഇടക്കടൽ മുതൽ തന്നെയായിരുന്നു. അതു അക്രബീം കയറ്റത്തിനു തെക്കോട്ടു ചെന്നു സീനിലേക്ക് കടന്നു കാദേശ് ബർന്നയുടെ തെക്കു കൂടി കയറി ഹെസ്രോൻ കടന്നു ആദാരിലേക്ക് കയറി കാർക്കയിലേക്ക് തിരിഞ്ഞു. അസ്മോനിലേക്ക് കടന്നു മിസ്രയീം തോടുവരെ ചെല്ലുന്നു. ആ അതിർ സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. ഇതു നിങ്ങളുടെ തെക്കേ അതിർ ആയിരിക്കണം. കിഴക്കേ അതിർ യോർദാന്റെ അഴിമുഖം വരെ ഉപ്പുകടൽ തന്നെ. വടക്കേ അതിർ യോർദാന്റെ അഴിമുഖമായ ഇടക്കടൽ തുടങ്ങി ബേത്ത്ഹോഗ്ലയിലേക്ക് കയറി ബേത്ത്രാബയുടെ വടക്കുകൂടി കടന്നു രൂബേന്റെ മകനായ ബോഹാന്റെ കല്ലുവരെ കയറി ചെല്ലുന്നു.
പിന്നെ ആ അതിർ ആഖോർ താഴ്വര മുതൽ ദെബീരിലേക്ക് കയറി വടക്കോട്ട് തോട്ടിന്റെ തെക്കുവശത്തുള്ള അതുമ്മീൻ കയറ്റത്തിനെതിരെയുള്ള ഗിൽഗാലിന്നു ചെന്നു ഏൻ ഷേമെഷ് വെള്ളത്തിങ്കലേക്ക് കടന്നു ഏൻരോഗേലിങ്കൽ അവസാനിക്കുന്നു. പിന്നെ ആ അതിർ ബെൻഹിന്നോം താഴ്വരയിൽ കൂടി കയറി യെരൂശലേം എന്ന യെബൂസ്യഗിരിയുടെ തെക്കോട്ടു കടന്നു ഹിന്നോം താഴ്വരയുടെ മുമ്പിൽ പടിഞ്ഞാറോട്ടും രഫായീം താഴ്വരയുടെ അറ്റത്തു വടക്കോട്ടും ഉള്ള മലയുടെ മുകളിലേക്ക് കയറി ചെല്ലുന്നു. പിന്നെ ആ അതിർ മലയുടെ മുകളിൽ നിന്നു നെപ്തോഹയിലെ നീരുറവിലേക്ക് തിരിഞ്ഞു എഫ്രോൻ മലയിലെ പട്ടണങ്ങൾ വരെ ചെന്നു കിര്യത്ത്യാരീം എന്ന ബാലയിലേക്ക് തിരിയുന്നു. പിന്നെ ആ അതിർ ബാല മുതൽ പടിഞ്ഞാറോട്ട് സെയീർ മല വരെ തിരിഞ്ഞു കെസാലോൻ എന്ന യാരീം മലയുടെ പാർശ്വം വരെ വടക്കോട്ടു കടന്നു ബേത്ത്ഷേമെഷിലേക്ക് ഇറങ്ങി തിന്നയിലേക്ക് ചെല്ലുന്നു. പിന്നെ ആ അതിർ വടക്കോട്ടു എക്രോന്റെ പാർശ്വം വരെ ചെന്നു ഷിക്രോനിലേക്ക് തിരിഞ്ഞു ബാലാമലയിലേക്ക് കടന്നു യബ്നേലിൽ ചെന്നു സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. പടിഞ്ഞാറെ അതിർ നെടുകെ മഹാസമുദ്രം തന്നെ. ഇതു യഹൂദാമക്കൾക്ക് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശത്തിന്റെ ചുറ്റുമുള്ള അതിർ. യഹോവ യോശുവയോട് കൽപ്പിച്ചതുപോലെ അവൻ യെഫുന്നയുടെ മകനായ കാലേബിന്നു യഹൂദാമക്കളുടെ ഇടയിൽ ഓഹരിയായിട്ടു അനാക്കിന്റെ അപ്പനായ അർബയുടെ പട്ടണമായ ഹെബ്രോൻ കൊടുത്തു. അവിടെ നിന്നു കാലേബ് അനാക്കിന്റെ പുത്രന്മാരായ ശേഷായി, അഹീമാൻ, തൽമായി എന്നീ 3 അനാക്യരെ നീക്കിക്കളഞ്ഞു. അവിടെ നിന്നു അവൻ ദെബീർ നിവാസികളുടെ നേരെ ചെന്നു. ദെബീരിന്റെ പേർ മുമ്പേ കിര്യത്ത് സേഫെർ എന്നായിരുന്നു. കിര്യത്ത് സേഫെർ ജയിക്കുന്നുവെന്നു ഞാൻ എന്റെ മകൾ അക്സയെ ഭാര്യയായി കൊടുക്കും എന്നു കാലേബ് പറഞ്ഞു. കാലേബിന്റെ സഹോദരനായ കെനസിന്റെ മകൻ ഒത്നീയേൽ അതിനെ പിടിച്ചു. അവൻ തന്റെ മകൾ അക്സയെ അവന്നു ഭാര്യയായി കൊടുത്തു. അവൾ വന്നാറെ തന്റെ അപ്പനോട് ഒരു നിലം ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു. അവൾ കഴുതപ്പുറത്തുനിന്നു ഇറങ്ങിയപ്പോൾ കാലേബ് അവളോടു നിനക്കു എന്തു വേണം എന്നു ചോദിച്ചു. എനിക്ക് ഒരു അനുഗ്രഹം തരേണം, നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലോ കൊടുത്തിരിക്കുന്നതു, നീരുറവുകളെയും കൂടെ എനിക്ക് തരേണം എന്നു അവൾ ഉത്തരം പറഞ്ഞു. അവൻ അവൾക്കു മലയിലും താഴ്വരയിലും നീരുറവുകളെ കൊടുത്തു. യഹൂദാഗോത്രത്തിനു കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം ഇതത്രേ. എദോമിന്റെ അതിർക്കരികെ തെക്കേ അറ്റത്തു യഹൂദാഗോത്രത്തിനുള്ള പട്ടണങ്ങൾ: കെബ്സേൽ, ഏദർ, യാഗൂർ, കീന, ദിമോന, അദാദ്, കേദെശ്, ഹാസോർ, ഇത്നാൻ, സീഫ്, തേലെം, ബയാലോത്ത്, ഹാസോർ, ഹദത്ത്, കെരിയോത്ത് ഹാസോർ എന്ന കെരിയോത്ത് ഹെസ്രോൻ, അമാം, ഷെമ, മോലാദ്, ഹസർഗദ്, ഹിഷ്മോൻ, ബേത് പേലെദ്, ഹസർ ഷൂവാൽ, ബേർഷേബ്, ബിസോത്യ, ബാല, ഇയീം, ഏസെം, എൽദോലദ്, കെസീൽ, ഹോർമ, സിക്ലാഗ്, മദ്മന്ന, സൻസന്ന, ലെബായോത്ത്, ഷിൽഹീം, ആയിൻ, റിമ്മോൻ ഇങ്ങനെ ആകെ 29 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും തന്നെ. താഴ്വീതിയിൽ എസ്തായോൽ, സൊരാ, അഷ്ന, സനോഹ, ഏൻഗന്നീം, തപ്പൂഹ, ഏനാം, യർമൂത്ത്, അതുല്ലാം, സോഘോ, അസേക്ക, ഷാരയും, അദീഥയും, ഗെദേര, ഗെദെരോഥയും ഇങ്ങനെ 14 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. സെനാൻ, ഹദാശ, മിഗ്ദൽഗാദ്, ദിലാൻ, മിസ്പെ, യൊക്തേൽ, ലാഖിഷ്, ബോസ്കത്ത്, എഗ്ലോൻ, കബ്ബോൻ, ലപ്മാസ്, കിത്ലീഷ്, ഗെദേരോത്ത്, ബേത്താഗോൻ, നാമ, മക്കേദ് ഇങ്ങനെ 16 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ലിബ്ന, ഏഥർ, ആശാൻ, ഇബ്താഹ്, അഷ്ന, നെസീബ്, കെയില, അക്ലീബ്, മാരേഷ ഇങ്ങനെ 9 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. എക്രോനും അതിന്റെ അധീനനഗരങ്ങളും ഗ്രാമങ്ങളും. എക്രോൻ മുതൽ സമുദ്രം വരെ അസ്തോദിനു സമീപത്തുള്ളവ ഒക്കെയും അവയുടെ ഗ്രാമങ്ങളും. അസ്തോദും അതിന്റെ അധീനനഗരങ്ങളും ഗ്രാമങ്ങളും, കസ്സയും മിസ്രയീം തോടുവരെയുള്ള അതിന്റെ അധീനനഗരങ്ങളും ഗ്രാമങ്ങളും. മഹാസമുദ്രം അതിനു നെടുകെ അതിരായിരുന്നു. മലനാട്ടിൽ ഷാമീർ, എത്തീർ, സോഘോ, ദന്ന, ദെബീർ എന്ന കിര്യത്സന്ന്, അനാബ്, എസ്തെമോ, ആനീം, ഗോഷൻ, ഹോലോൻ, ഗീലോ ഇങ്ങനെ 11 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. അരാബ്, ദൂമ, എഷാൻ, യാനീം, ബേത്തപ്പൂഹ, അഫേക്ക, ഹുംദ, ഹെബ്രോൻ എന്ന കിര്യത്തർബ്, സിയോർ ഇങ്ങനെ 9 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. മാവോൻ, കർമോൽ, സീഫ്, യൂദ, ഇസ്രയേൽ, യോക്ക്ദെയാം, സാനോഹ, കെയിൻ, ഗിബെയ, തിന്ന ഇങ്ങനെ 10 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ഹൽഹൂൽ, ബേത്സൂർ, ഗെദോർ, മാരാത്ത്, ബേത്ത്നോത്ത്, എൽതെക്കോൻ ഇങ്ങനെ 6 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. കിര്യത്ത്യാരീം എന്ന കിര്യത്ത്ബാൽ, രബ്ബ
ഇങ്ങനെ 2 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. മരുഭൂമിയിൽ ബേത്ത് അരാബ, മിദ്ദീൻ, സെഖാഖ്, നിബ്ഷാൻ, ഈർഹമേലഹ്, ഏൻഗെദി, ഇങ്ങനെ 6 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. യെരൂശലേമിൽ പാർത്തിരുന്ന യെബൂസ്യരെയോ യഹൂദാമക്കൾക്ക് നീക്കിക്കളവാൻ കഴിഞ്ഞില്ല. അങ്ങനെ യെബൂസ്യർ ഇന്നുവരെ യഹൂദാമക്കളോടുകൂടെ യെരൂശലേമിൽ പാർത്തുവരുന്നു. യേശുവിന്റെ പുസ്തകം 16. യോസേഫിന്റെ മക്കൾക്ക് കിട്ടിയ അവകാശം. യെരീഹോവിന്റെ സമീപത്തു യോർദാൻ തുടങ്ങി കിഴക്ക് യെരീഹോ വെള്ളത്തിങ്കൽ മരുഭൂമിയിൽ തന്നെ തുടങ്ങി യെരീഹോവിൽ നിന്നും മലനാട് വഴിയായി ബേഥേലിലേക്ക് കയറി. ബേഥേലിൽ നിന്നു ലൂസിന്നു ചെന്നു അർക്യരുടെ അതിരായ അതാരോത്തിന്നു കടന്നു. പടിഞ്ഞാറോട്ടു എഫ്ലേത്യരുടെ അതിരിലേക്ക് താഴത്തെ ബേത്ത് ഹോരോന്റെ അതിർവരെ ഗേസർ വരെ തന്നെ ഇറങ്ങിച്ചെന്നു സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. അങ്ങനെ യോസേഫിന്റെ പുത്രന്മാരായ മനശ്ശെക്കും എഫ്രയീമിനും അവകാശം ലഭിച്ചു. എഫ്രയീമിന്റെ മക്കൾക്ക് കുടുംബം കുടുംബമായി കിട്ടിയ ദേശം ഏതെന്നാൽ കിഴക്കു അവരുടെ അവകാശത്തിന്റെ അതിർ മേലത്തെ ബേത്ത് ഹോരോൻ വരെ അതിരോത്ത് ദാർ ആയിരുന്നു. ആ അതിർ മിഖ്മെഥാത്തിന്റെ വടക്കുകൂടി പടിഞ്ഞാറോട്ട് ചെന്നു താനത്ത് ശീലോ വരെ കിഴക്കോട്ടു തിരിഞ്ഞു അതിന്നരികത്തുകൂടി യാനോഹയുടെ കിഴക്കു കടന്നു യാനോഹയിൽ നിന്നു അതിരോത്തിന്നും നാരാത്തിന്നും ഇറങ്ങി യെരീഹോവിൽ എത്തി യോർദാങ്കൽ അവസാനിക്കുന്നു. തപ്പൂഹയിൽ നിന്നു ആ അതിർ പടിഞ്ഞാറോട്ടു കാനാതോടുവരെ ചെന്നു സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. എഫ്രയീം ഗോത്രത്തിനു കുടുംബം കുടുംബമായി കിട്ടിയ ഈ അവകാശം കൂടാതെ മനശ്ശെ മക്കളുടെ അവകാശത്തിന്റെ ഇടയിൽ എഫ്രയീം മക്കൾക്ക് വേർതിരിച്ചു കൊടുത്ത പട്ടണങ്ങളൊക്കെയും അവയുടെ ഗ്രാമങ്ങളും കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അവർ ഗെസേരിൽ പാർത്തിരുന്ന കനാന്യരെ നീക്കിക്കളഞ്ഞില്ല. കനാന്യർ ഇന്നുവരെ എഫ്രയീമ്യരുടെ ഇടയിൽ ഊഴിയവേല ചെയ്തു പാർത്തുവരുന്നു. യേശുവിന്റെ പുസ്തകം 17. യോസേഫിന്റെ ആദ്യജാതനായ മനശ്ശെയുടെ ഗോത്രത്തിനും ഓഹരി കിട്ടി. മനശ്ശെയുടെ ആദ്യജാതനും ഗിലെയാദിന്റെ അപ്പനും ആയ മാഖീർ യുദ്ധവീരനായിരുന്നതുകൊണ്ടു അവന്നു ഗിലെയാദും ബാശാനും വെച്ചു. മനശ്ശെയുടെ ശേഷം പുത്രന്മാരായ അബിയേസരിന്റെ മക്കൾ, ഹേലെക്കിന്റെ മക്കൾ, അസ്രിയേലിന്റെ മക്കൾ, ശേഖെമിന്റെ മക്കൾ, ഹേഫെരിന്റെ മക്കൾ, ശെമീദാവിന്റെ മക്കൾ എന്നിവർക്കും കുടുംബം കുടുംബമായി ഓഹരി കിട്ടി. ഇവർ കുടുംബം കുടുംബമായി യോസേഫിന്റെ മകനായ മനശ്ശെയുടെ മക്കൾ ആയിരുന്നു. എന്നാൽ മനശ്ശെയുടെ മകനായ മാഖീരിന്റെ മകനായ ഗിലെയാദിന്റെ മകനായ ഹേഫെരിന്റെ മകൻ ശെലോഫഹാദിന്നു പുത്രിമാരല്ലാതെ പുത്രന്മാർ ഇല്ലായിരുന്നു. അവന്റെ പുത്രിമാർക്കും മഹ്ള, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ എന്നു പേരായിരുന്നു. അവർ പുരോഹിതനായ എലയാസരിന്റെയും നൂന്റെ മകനായ യോശുവയുടെയും പ്രഭുക്കന്മാരുടെയും മുമ്പിൽ അടുത്തുചെന്നു, ഞങ്ങളുടെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ ഒരു അവകാശം ഞങ്ങൾക്കു തരുവാൻ യഹോവ മോശെയോട് കൽപ്പിച്ചിട്ടുണ്ടു എന്നു പറഞ്ഞു. അങ്ങനെ അവൻ യഹോവയുടെ കൽപ്പനപ്രകാരം അവരുടെ അപ്പന്റെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ അവർക്ക് ഒരു അവകാശം കൊടുത്തു. ഇങ്ങനെ മനശ്ശെയുടെ പുത്രിമാർക്കു അവന്റെ പുത്രന്മാരുടെ കൂട്ടത്തിൽ അവകാശം ലഭിച്ചതുകൊണ്ട് മനശ്ശെയ്ക്കു യോർദാനക്കരെ ഗിലെയാദ് ദേശവും ബാശാനും കൂടാതെ 10 ഓഹരി കിട്ടി. മനശ്ശെയുടെ ശേഷം പുത്രന്മാർക്കു ഗിലെയാദ് ദേശം കിട്ടി. മനശ്ശെയുടെ അതിരോ ആശേർ മുതൽ ശേഖെമിന്നു കിഴക്കുള്ള മിക്മെഥാത്ത് വരെ ചെന്നു വലത്തോട്ടു തിരിഞ്ഞു ഏന്തപ്പൂഹയിലെ നിവാസികളുടെ അടുക്കലോളം നീണ്ടുകിടക്കുന്നു. തപ്പൂഹദേശം മനശ്ശെക്കുള്ളതായിരുന്നു. എങ്കിലും മനശ്ശെയുടെ അതിരിലുള്ള തപ്പൂഹ പട്ടണം എഫ്രയീമ്യർക്കു ഉള്ളതായിരുന്നു. പിന്നെ ആ അതിർ കാനാതോട്ടിങ്കലേക്ക് തോട്ടിന്റെ തെക്കുകൂടി ഇറങ്ങുന്നു. ഈ പട്ടണങ്ങൾ മനശ്ശെയുടെ പട്ടണങ്ങൾക്കിടയിൽ എഫ്രയീമിന്നുള്ളവ. മനശ്ശെയുടെ അതിർ തോട്ടിന്റെ വടക്കുവശത്തുകൂടി ചെന്നു സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. തെക്കുഭാഗം എഫ്രയീമിന്നും വടക്കുഭാഗം മനശ്ശെക്കും ഉള്ളതു. സമുദ്രം അവന്റെ അതിർ ആകുന്നു. അതു വടക്കു ആശേരിനോടും കിഴക്കു ഇസ്സാഖാരിനോടും തൊട്ടിരിക്കുന്നു. ഇസ്സാഖാരിലും ആശേരിലും മനശ്ശെക്കു ബേത്ത്ശെയാനും അതിന്റെ അധീനനഗരങ്ങളും ഇബ്ലെയാമും അതിന്റെ അധീനനഗരങ്ങളും ദോർനിവാസികളും അതിന്റെ അധീനനഗരങ്ങളും എൻദോർനിവാസികളും അതിന്റെ അധീനനഗരങ്ങളും താനാക്ക് നിവാസികളും അതിന്റെ അധീനനഗരങ്ങളും മെഗിദ്ദോനിവാസികളും അതിന്റെ അധീനനഗരങ്ങളും ഉണ്ടായിരുന്നു. 3 മേടുകൾ തന്നെ. എന്നാൽ മനശ്ശെയുടെ മക്കൾക്കു ആ പട്ടണങ്ങളിലെ നിവാസികളെ നീക്കിക്കളവാൻ കഴിഞ്ഞില്ല. കനാന്യർക്കു ആ ദേശത്തിൽ തന്നെ പാർപ്പാനുള്ള താൽപര്യം സാധിച്ചു. എന്നാൽ ഇസ്രായേൽ മക്കൾ ബലവാന്മാരായി തീർന്നപ്പോൾ അവരെ നീക്കിക്കളയാതെ അവരെക്കൊണ്ടു ഊഴിയവേല ചെയ്യിച്ചു. അനന്തരം യോസേഫിന്റെ മക്കൾ യോശുവയോടു, യഹോവ ഇതുവരെ ഞങ്ങളെ അനുഗ്രഹിച്ചു ഞങ്ങൾ ഒരു വലിയ ജനമായി തീർന്നിരിക്കെ ഒരു നറുക്കും ഓഹരിയും മാത്രം നീ ഞങ്ങൾക്കു തന്നതു എന്തു എന്നു ചോദിച്ചു. യോശുവ അവരോട്, നിങ്ങൾ വലിയൊരു ജനം എങ്കിൽ എഫ്രയീം പർവ്വതം നിങ്ങൾക്ക് വിസ്താരം പോരാത്തതാകൊണ്ട് കാട്ടുപ്രദേശത്തു ചെന്നു പെരിസ്യരുടെയും മല്ലന്മാരുടെയും ദേശത്തു കാടുവെട്ടി സ്ഥലം എടുത്തുകൊൾവിൻ എന്നു ഉത്തരം പറഞ്ഞു. അതിനു യോസേഫിന്റെ മക്കൾ,
മലനാട് ഞങ്ങൾക്ക് പോരാ, ബേത്ത്ശെയാനിലും അതിന്റെ അധീനനഗരങ്ങളിലും ഇസ്രായേൽ താഴ്വരയിലും ഇങ്ങനെ താഴ്വീതി പ്രദേശത്തു പാർക്കുന്ന കനാന്യർക്കൊക്കെയും ഇരുമ്പുരഥങ്ങൾ ഉണ്ടു എന്നു പറഞ്ഞു. യോശുവ യോസേഫിന്റെ കുലമായ എഫ്രയീമിനോടും മനശ്ശെയോടും പറഞ്ഞതു, നിങ്ങൾ വലിയൊരു ജനം തന്നെ, മഹാശക്തിയും ഉണ്ടു, നിങ്ങൾക്കു ഒരു ഓഹരി മാത്രമല്ല വരേണ്ടതു. മലനാട് നിനക്കുള്ളതു ആയിരിക്കേണം, അതു കാടാകുന്നു എങ്കിലും നിങ്ങൾ അത് വെട്ടിത്തെളിക്കേണം, അതിന്റെ അറുതിപ്രദേശങ്ങളും നിങ്ങൾക്കുള്ളവ തന്നെ. കനാന്യർ ഇരുമ്പുരഥങ്ങൾ ഉള്ളവരും ബലവാന്മാരും ആകുന്നു എങ്കിലും നിങ്ങൾ അവരെ നീക്കിക്കളയും. യേശുവിന്റെ പുസ്തകം 18. അനന്തരം ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും ശീലോവിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമനകൂടാരം നിർത്തി. ദേശം അവർക്കു കീഴടങ്ങിയിരുന്നു. എന്നാൽ ഇസ്രായേൽ മക്കളിൽ അവകാശം ഭാഗിച്ചു കിട്ടാതിരുന്ന 7 ഗോത്രങ്ങൾ ശേഷിച്ചിരുന്നു. യോശുവ ഇസ്രായേൽ മക്കളോട് പറഞ്ഞെന്തെന്നാൽ, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം കൈവശമാക്കുവാൻ പോകുന്നതെന്നു നിങ്ങൾ എത്രത്തോളം മടിച്ചിരിക്കും. ഓരോ ഗോത്രത്തിനു 3 പേരെ നിയമിപ്പിൻ, ഞാൻ അവരെ അയക്കും. അവർ പുറപ്പെട്ടു ദേശത്തുകൂടി സഞ്ചരിച്ചു തങ്ങൾക്കു അവകാശം കിട്ടേണ്ടും പ്രകാരം കണ്ടെഴുതി എന്റെ അടുക്കൽ മടങ്ങിവരേണം. അതു 7 പങ്കായി ഭാഗിക്കേണം. യെഹൂദാ തന്റെ അതിർക്കത്ത് തെക്കു പാർത്തുകൊള്ളട്ടെ, യോസേഫിന്റെ കുലവും തന്റെ അതിർക്കത്ത് വടക്കു പാർത്തുകൊള്ളട്ടെ. അങ്ങനെ നിങ്ങൾ ദേശം 7 ഭാഗമായി കണ്ടെഴുതി ഇവിടെ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. ഞാൻ ഇവിടെ നമ്മുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിങ്ങൾക്കു വേണ്ടി ചീട്ടിടും. ലേവ്യർക്ക് നിങ്ങളുടെ ഇടയിൽ ഓഹരിയില്ലല്ലോ, യഹോവയുടെ പൗരോഹിത്യം അവരുടെ അവകാശം ആകുന്നു. ഗാദും രൂബേനും മനശ്ശെയുടെ പാതിഗോത്രവും യഹോവയുടെ ദാസനായ മോശെ അവർക്ക് കൊടുത്തിട്ടുള്ള അവകാശം യോർദാന്നു കിഴക്ക് വാങ്ങിയിരിക്കുന്നു. അങ്ങനെ ആ പുരുഷന്മാർ യാത്ര പുറപ്പെട്ടു. ദേശം കണ്ടെഴുതുവാൻ പോയവരോട് യോശുവ, നിങ്ങൾ ചെന്നു ദേശത്തുകൂടി സഞ്ചരിച്ചു കണ്ടെഴുതുകയും ഞാൻ ഇവിടെ ശീലോവിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിങ്ങൾക്കു വേണ്ടി ചീട്ടിടേണ്ടതെന്നു എന്റെ അടുക്കൽ മടങ്ങിവരികയും ചെയ്വിൻ എന്നു പറഞ്ഞു. അവർ പോയി ദേശത്തുകൂടി കടന്നു നഗരവിവരത്തോടുകൂടെ ഒരു പുസ്തകത്തിൽ അത് 7 ഭാഗമായി എഴുതി ശീലോവിൽ യോശുവയുടെ അടുക്കൽ പാളയത്തിലേക്ക് മടങ്ങിവന്നു. അപ്പോൾ യോശുവ ശീലോവിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ചു അവർക്കു വേണ്ടി ചീട്ടിട്ടു. അവിടെ വെച്ചു യോശുവ ഇസ്രായേൽ മക്കൾക്ക് ഗോത്രവിഭാഗപ്രകാരം ദേശം വിഭാഗിച്ചു കൊടുത്തു. ബെന്യാമീൻ മക്കളുടെ ഗോത്രത്തിനു കുടുംബം കുടുംബമായി നറുക്കുവന്നു. അവരുടെ അവകാശത്തിന്റെ അതിർ യെഹൂദയുടെ മക്കളുടെയും യോസേഫിന്റെ മക്കളുടെയും മധ്യേ കിടക്കുന്നു. വടക്കുഭാഗത്തു അവരുടെ വടക്കേ അതിർ യോർദാങ്കൽ തുടങ്ങി വടക്കു യെരീഹോവിന്റെ പാർശ്വം വരെ ചെന്നു പടിഞ്ഞാറോട്ടു മൽനാട്ടിൽ കൂടി കയറി ബേത്ത് ആവെൻ മരുഭൂമിയിങ്കൽ അവസാനിക്കുന്നു. അവിടെ നിന്നു ആ അതിർ ബേഥേൽ എന്ന ലൂസിന്റെ തെക്കുവശം വരെ കടന്നു താഴത്തെ ബേത്ത് ഹോരോന്റെ തെക്കുവശത്തുള്ള മലവഴിയായി അതിരോത്ത് ദാരിലേക്ക് ഇറങ്ങുന്നു. പിന്നെ ആ അതിർ വളഞ്ഞു പടിഞ്ഞാറേ വശത്തു ബേത്ത്ഹോരോന്നു എതിരെയുള്ള മലമുതൽ തെക്കോട്ടു തിരിഞ്ഞു യഹൂദാമക്കളുടെ പട്ടണമായ കിര്യത്ത്യാരീം എന്ന കിര്യത്ത് ബാലയെങ്കൽ അവസാനിക്കുന്നു. ഇതുതന്നെ പടിഞ്ഞാറെ ഭാഗം. തെക്കേ ഭാഗം കിര്യത്ത്യാരീമിന്റെ അറ്റത്തുള്ള തുടങ്ങി പടിഞ്ഞാറോട്ട് നെപ്തോഹ വെള്ളത്തിന്റെ ഉറവ് വരെ ചെല്ലുന്നു. പിന്നെ ആ അതിർ ബെൻഹിന്നോം താഴ്വരയ്ക്കെതിരെയും രഫായിം താഴ്വരയുടെ വടക്കുവശത്തും ഉള്ള മലയുടെ അറ്റം വരെ ചെന്നു ഹിന്നോം താഴ്വരയിൽ കൂടി തെക്കോട്ടു യെബൂസ്യപർവ്വതത്തിന്റെ പാർശ്വം വരെയും ഏൻഡോഗേൽ വരെയും ഇറങ്ങി. വടക്കോട്ടു തിരിഞ്ഞു ഏൻഷേമെഷിലേക്കും അതുമ്മീം കയറ്റത്തിനെതിരെയുള്ള ഗലീലോത്തിലേക്കും ചെന്നു രൂബേന്റെ മകനായ ബോഹാന്റെ കല്ലുവരെ ഇറങ്ങി. അരാബയ്ക്കെതിരെയുള്ള മലഞ്ചെരിവിലേക്ക് കടന്നു അരാബയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. പിന്നെ ആ അതിർ വടക്കോട്ടു ബേത്ത്ഹോഗ്ലയുടെ മലഞ്ചെരിവ് വരെ കടന്നു തെക്ക് യോർദാന്റെ അഴിമുഖത്ത് ഉപ്പുകടലിന്റെ വടക്കേ അറ്റത്തു അവസാനിക്കുന്നു. ഇത് തെക്കേ അതിർ. അതിന്റെ കിഴക്കേ അതിർ യോർദാൻ ആകുന്നു. ഇത് ബെന്യാമീൻ മക്കൾക്ക് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശത്തിന്റെ ചുറ്റുമുള്ള അതിരുകൾ. എന്നാൽ ബെന്യാമീൻ മക്കളുടെ ഗോത്രത്തിനു കുടുംബം കുടുംബമായി കിട്ടിയ പട്ടണങ്ങൾ യെരീഹോ, ബേത്ത്ഹോഗ്ല, ഏമെക്കെയെരീഹോ, ബേത്ത്ഹേഗ്ല, ഏമെക്കെസീസ്, ബേത്ത് അരാബ്, സെമാറീം, ബേഥേൽ, അവ്വീം, പാര, ഒഫ്ര, കെഫാർ അമ്മോനി, ഒഫ്നി, ഗേബ ഇങ്ങനെ 12 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ഗിബെയോൻ, രാമ, ബേരോത്ത്, മിസ്പെ, കെഫീര, മോസ്, രേക്കെം, ഇർപേൽ, തരല, സേല, ഏലെഫ്, യെരൂശാലേം എന്ന യെബൂസ്യനഗരം, ഷിബേത്ത്, കിര്യത്ത് ഇങ്ങനെ 14 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ഇത് ബെന്യാമീൻ മക്കൾക്ക് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം. യേശുവിന്റെ പുസ്തകം 19. രണ്ടാമത്തെ നറുക്കു ശിമെയോന്നു കുടുംബം കുടുംബമായി ശിമെയോൻ മക്കളുടെ ഗോത്രത്തിനു വന്നു. അവരുടെ അവകാശം യെഹൂദാമക്കളുടെ അവകാശത്തിന്റെ ഇടയിൽ ആയിരുന്നു. അവർക്ക് തങ്ങളുടെ അവകാശത്തിൽ ബേർഷേബ, ഷേബ, മോലാദ്,
ഹസർ ഷൂവാൽ, ബാല, ഏസെം, എൽദോലദ്, ബേധൂൽ, ഹുർമ, സിക്ലാഗ്, ബേത്ത് മിർക്കാബോത്ത്, ഹസർ സൂസ്, ബേത്ത്ലെബായോത്ത്, ഷാരൂഹൻ. ഇങ്ങനെ 13 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. അയീൻ, റിമ്മോൻ, ഏഥർ, ആശാൻ, ഇങ്ങനെ 4 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ഈ പട്ടണങ്ങൾക്കു ചുറ്റും തെക്കേ ദേശത്തിലെ രാമ എന്ന ബാലത്ബേർ വരെയുള്ള സകല ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഇത് ശിമെയോൻ മക്കളുടെ ഗോത്രത്തിനു കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം. ശിമെയോൻ മക്കളുടെ അവകാശം യെഹൂദാ മക്കളുടെ ഓഹരിയിൽ ഉൾപ്പെട്ടിരുന്നു. യെഹൂദാ മക്കളുടെ ഓഹരി അവർക്കു അധികമായിരുന്നുകൊണ്ടു അവരുടെ അവകാശത്തിന്റെ ഇടയിൽ ശിമെയോൻ മക്കൾക്കു അവകാശം ലഭിച്ചു. സെബൂലൂൻ മക്കൾക്ക് കുടുംബം കുടുംബമായി 3-ാമത്തെ നറുക്കു വന്നു. അവരുടെ അവകാശത്തിന്റെ അതിർ സാരീദ് വരെ ആയിരുന്നു. അവരുടെ അതിർ പടിഞ്ഞാറോട്ട് മരലയിലേക്ക് കയറി ദബ്ബേശത്ത് വരെ ചെന്നു യൊക്നെയാമിനെതിരെയുള്ള തോടുവരെ എത്തുന്നു. സാരീദിൽ നിന്നു അത് കിഴക്കോട്ട് സൂര്യോദയത്തിന്റെ നേരെ കിസ്ലോത്ത് താബോരിന്റെ അതിരിലേക്ക് തിരിഞ്ഞു ദാബരത്തിന്നു ചെന്നു യാഫിയിലേക്ക് കയറുന്നു. അവിടെ നിന്നു കിഴക്കോട്ടു ഗത്ഹേഫരിലേക്കും ഏത്കാസീനിലേക്കും കടന്നു നെയ്യാവരെ നീണ്ടുകിടക്കുന്ന റിമ്മോനിലേക്ക് ചെല്ലുന്നു. പിന്നെ ആ അതിർ ഹന്നാഥോന്റെ വടക്കുവശത്തു തിരിഞ്ഞു ഇഫ്താഹേൽ താഴ്വരയിൽ അവസാനിക്കുന്നു. കത്താത്ത്, നഹല്ലാൽ, ഷിംറോൻ, ഈദല, ബേത്ത്ലേഹെം മുതലായ 12 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു. ഇത് സെബൂലൂൻ മക്കൾക്ക് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശമായ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ. 4-ാമത്തെ നറുക്കു ഇസ്സാഖാരിനു കുടുംബം കുടുംബമായി ഇസ്സാഖാർ മക്കൾക്കു തന്നെ വന്നു. അവരുടെ ദേശം യിസ്രയേൽ, കെസുല്ലോത്ത്, ഷൂനേം, ഹഫാരീം, ഷിയോൻ, അനാഹരാത്ത്, റബ്ബീത്ത്, കിഷ്യോൻ, ഏബെസ്, രേമെത്ത്, ഏൻഗന്നീം, ഏൻഹത്ത്, ബേത്ത്പസേസ് എന്നിവ ആയിരുന്നു. അവരുടെ അതിർ താബോർ, ഷഹസൂമ, ബേത്ത്ശേമെഷ് എന്നിവയിൽ എത്തി യോർദാങ്കൽ അവസാനിക്കുന്നു. ഇങ്ങനെ 16 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഇത് ഇസ്സാഖാർ മക്കളുടെ ഗോത്രത്തിനു കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം. ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ. ആശേർ മക്കളുടെ ഗോത്രത്തിനു കുടുംബം കുടുംബമായി 5-ാമത്തെ നറുക്കു വന്നു. അവരുടെ ദേശം ഹെൽക്കത്ത്, ഹലി, ബേദൻ, അക്ഷാഫ്, അല്ലമ്മേലെക്, അമാദ്, മിഷാൽ എന്നിവ ആയിരുന്നു. അത് പടിഞ്ഞാറോട്ട് കർമ്മേലും ഷീഹോർ ലിബ്നാത്തും വരെ എത്തി. സൂര്യോദയത്തിന്റെ നേരെ ബേത്ത് താഗോനിലേക്ക് തിരിഞ്ഞു വടക്ക് സെബൂലൂനിലും ബേത്തെമെക്കിലും നെയ്യേലിലും ഇഫ്താഹേൽ താഴ്വരയിലും എത്തി ഇടത്തോട്ടു കാബൂൾ, ഹെബ്രോൻ, രഹോബ്, ഹമ്മോൻ, കാന എന്നിവയിലും മഹാനഗരമായ സീദോൻ വരെയും ചെല്ലുന്നു. പിന്നെ ആ അതിർ രാമയിലേക്കും ഉറപ്പുള്ള പട്ടണമായ സോരിലേക്കും തിരിയുന്നു. പിന്നെ ആ അതിർ ഹോസയിലേക്ക് തിരിഞ്ഞു സക്സീബ് ദേശത്ത് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. ഉമ്മ, അഫേക്, രഹോബ് മുതലായ 22 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു. ഇതു ആശേർ മക്കളുടെ ഗോത്രത്തിനു കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം. ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ. 6-ാമത്തെ നറുക്കു നഫ്താലി മക്കൾക്കു കുടുംബം കുടുംബമായി നഫ്താലി മക്കൾക്കു തന്നെ വന്നു. അവരുടെ അതിർ ഹേലെഫും സാനന്നീമിലെ കരുവേലകവും തുടങ്ങി അദാമീനെക്കെബിലും യബ്നോലിലും കൂടി ലെക്കും വരെ ചെന്നു യോർദാങ്കൽ അവസാനിക്കുന്നു. പിന്നെ ആ അതിർ പടിഞ്ഞാറോട്ടു അസ്നോത്ത് താബോരിലേക്ക് തിരിഞ്ഞു. അവിടെ നിന്നു ഹൂക്കോക്കിലേക്ക് ചെന്നു തെക്കുവശത്തു സെബൂലൂനോടും പടിഞ്ഞാറുവശത്തു ആശേരിനോടും കിഴക്കുവശത്തു യോർദാന്യ യഹൂദയോടും തൊട്ടിരിക്കുന്നു. ഉറപ്പുള്ള പട്ടണങ്ങളായ സിദ്ദീം, സേർ, ഹമ്മത്ത്, രക്കത്ത്, കിന്നേരത്ത്, അദമ, രാമ, ഹാസോർ, കേദെഷ്, എദ്രെയി, ഏൻ ഹാസോർ, ഈരോൻ, മിഗ്ദലേൽ, ഹൊരേം, ബേത്ത്നാത്ത്, ബേത്ത്ശേമെഷ് ഇങ്ങനെ 19 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ഇവ നഫ്താലി മക്കളുടെ ഗോത്രത്തിനു കുടുംബം കുടുംബമായി കിട്ടിയ അവകാശത്തിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും തന്നെ. ദാൻ മക്കളുടെ ഗോത്രത്തിനു കുടുംബം കുടുംബമായി 7-ാമത്തെ നറുക്കു വന്നു. അവരുടെ അവകാശദേശം സൊര, എസ്തായോൽ, ഈർഷേമെഷ്, ഷാലബ്ബീൻ, അയ്യാലോൻ, ഈത്ല, ഏലോൻ, തിമ്ന, എക്രോൻ, എൽദെക്കെ, ഗിബ്ബഥോൻ, ബാലാത്ത്, യിഹൂദ്, ബെനേബെരാക്, ഗത്രിമ്മോൻ, മേയർക്കോൻ, രക്കോൻ എന്നിവയും യാഫോവിനെതിരെയുള്ള ദേശവും ആയിരുന്നു. എന്നാൽ ദാൻമക്കളുടെ ദേശം അവർക്ക് പോയി. അതുകൊണ്ട് ദാൻമക്കൾ പുറപ്പെട്ടു ലേശമിനോട് യുദ്ധം ചെയ്തു അതിനെ പിടിച്ചു വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ചു കൈവശമാക്കി അവിടെ പാർത്തു. ലേശമിന്നു തങ്ങളുടെ അപ്പനായ ദാന്റെ പേരിൻ പ്രകാരം ദാൻ എന്നു പേരിട്ടു. ഇത് ദാൻമക്കളുടെ ഗോത്രത്തിനു കുടുംബം കുടുംബമായി കിട്ടിയ അവകാശപട്ടണങ്ങളും ഗ്രാമങ്ങളും ആകുന്നു. അവർ ദേശത്തെ അതിർ തിരിച്ചു കഴിഞ്ഞ ശേഷം
ഇസ്രായേൽ മക്കൾ നൂന്റെ മകനായ യോശുവയ്ക്കും തങ്ങളുടെ ഇടയിൽ ഒരു അവകാശം കൊടുത്തു. അവൻ ചോദിച്ച പട്ടണമായി എഫ്രയീം മലാറ്റിലുള്ള തിന്നത്ത് സേരഹ് അവർ യഹോവയുടെ കൽപ്പനപ്രകാരം അവന്നു കൊടുത്തു. അവൻ ആ പട്ടണം പണിതു അവിടെ പാർത്തു. ഇവ പുരോഹിതനായ ഏലയാസാരും നൂന്റെ മകനായ യോശുവയും ഇസ്രായേൽ മക്കളുടെ ഗോത്രപിതാക്കന്മാരിൽ പ്രധാനികളും ശീലോവിൽ സമാഗമനകൂടാരത്തിന്റെ വാതിൽക്കൽ യഹോവയുടെ സന്നിധിയിൽ വെച്ചു ചീട്ടിട്ടു അവകാശമായി വിഭാഗിച്ചു കൊടുത്ത അവകാശങ്ങൾ ആകുന്നു. ഇങ്ങനെ ദേശവിഭാഗം അവസാനിച്ചു. യേശുവിന്റെ പുസ്തകം 20. പിന്നെ യഹോവ യോശുവയോട് അരുളിച്ചെയ്തതു: നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതു എന്തെന്നാൽ, അറിയാതെ അബദ്ധവശാൽ ഒരാളെ കൊന്നുപോയവൻ ഓടിപ്പോയി ഇരിക്കേണ്ടതെന്നു ഞാൻ മോശെ മുഖാന്തരം നിങ്ങളോട് കൽപ്പിച്ച സങ്കേതനഗരങ്ങൾ നിശ്ചയിപ്പിൻ. രക്തപ്രതികാരകൻ കൊല്ലാതിരിപ്പാൻ അവ നിങ്ങൾക്ക് സങ്കേതമായിരിക്കേണം. ആ പട്ടണങ്ങളിൽ ഒന്നിലേക്ക് ഓടിച്ചെല്ലുന്നവൻ പട്ടണത്തിന്റെ പടിവാതിൽക്കൽ നിന്നുകൊണ്ട് തന്റെ കാര്യം പട്ടണത്തിലെ മൂപ്പന്മാരെ അറിയിക്കുകയും അവർ അവനെ പട്ടണത്തിൽ കൈക്കൊണ്ടു തങ്ങളുടെ ഇടയിൽ പാർക്കേണ്ടതെന്നു അവന്നു ഒരു സ്ഥലം കൊടുക്കുകയും വേണം. രക്തപ്രതികാരകൻ അവനെ പിന്തുടർന്നു ചെന്നാൽ കുല ചെയ്തവൻ മനസ്സറിയാതെയും പൂർവ്വദ്വേഷം കൂടാതെയും തന്റെ കൂട്ടുകാരനെ കൊന്നുപോയതാകയാൽ അവർ അവനെ അവന്റെ കൈയിൽ ഏൽപ്പിക്കരുതു. അവൻ സഭയുടെ മുമ്പാകെ വിസ്താരത്തിനു നിൽക്കും വരെയോ അന്നുള്ള പുരോഹിതന്റെ മരണം വരെയോ ആ പട്ടണത്തിൽ പാർക്കേണം. അതിന്റെ ശേഷം കുല ചെയ്തോന്നു താൻ വിട്ടോടിപ്പോന്ന സ്വന്ത പട്ടണത്തിലേക്കും തന്റെ വീട്ടിലേക്കും മടങ്ങിച്ചെല്ലാം. അങ്ങനെ അവർ നഫ്താലി മലാട്ടിൽ ഗലീലയിലെ കേദെശും എഫ്രയീം മലനാട്ടിൽ ശെഖേമും യഹൂദാമലനാട്ടിൽ ഹെബ്രോൻ എന്ന കിര്യത്തർബയും കിഴക്കു യെരീഹോവിനെതിരെ യോർദാനക്കരെ മരുഭൂമിയിൽ രൂബേൻ ഗോത്രത്തിൽ സമഭൂമിയിലുള്ള ബേസരും ഗിലെയാദിൽ ഗാഗോത്രത്തിൽ രാമോത്തും ബാശാനിൽ മനശ്ശെഗോത്രത്തിൽ ഗോലാനും നിശ്ചയിച്ചു. അബദ്ധവശാൽ ഒരുത്തനെ കൊന്നുപോയവൻ സഭയുടെ മുമ്പാകെ നിൽക്കും വരെ രക്തപ്രതികാരകന്റെ കൈയാൽ മരിക്കാതെ ഓടിപ്പോയി ഇരിക്കേണ്ടതെന്നു ഇസ്രായേൽ മക്കൾക്കൊക്കെയും അവരുടെ ഇടയിൽ വന്നു പാർക്കുന്ന പരദേശിക്കും വേണ്ടി നിശ്ചയിച്ച പട്ടണങ്ങൾ ഇവ തന്നെ. യേശുവിന്റെ പുസ്തകം 21. അനന്തരം ലേവ്യരുടെ കുടുംബത്തലവന്മാർ പുരോഹിതനായ എലയാസാരിന്റെയും നൂന്റെ മകനായ യോശുവയുടെയും ഇസ്രായേൽ ഗോത്രങ്ങളിലെ കുടുംബത്തലവന്മാരുടെയും അടുക്കൽ വന്നു. കനാൻ ദേശത്തു ശീലോവിൽ വെച്ചു അവരോടു, യഹോവ ഞങ്ങൾക്ക് പാർപ്പാൻ പട്ടണങ്ങളും ഞങ്ങളുടെ കന്നുകാലികൾക്ക് പുൽപ്പുറങ്ങളും തരുവാൻ മോശെ മുഖാന്തരം കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്നു പറഞ്ഞു. എന്നാറെ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ അവകാശത്തിൽ നിന്നു യഹോവയുടെ കൽപ്പനപ്രകാരം ഈ പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും ലേവ്യർക്കു കൊടുത്തു. കെഹാത്യരുടെ കുടുംബങ്ങൾക്ക് വന്ന നറുക്കുപ്രകാരം ലേവ്യരിൽ പുരോഹിതനായ അഹരോന്റെ മക്കൾക്കു യഹൂദാ ഗോത്രത്തിലും ശിമയോൻ ഗോത്രത്തിലും ബെന്യാമീൻ ഗോത്രത്തിലും കൂടെ 13 പട്ടണം കിട്ടി. കെഹാത്തിന്റെ ശേഷം മക്കൾക്കു എഫ്രയീം ഗോത്രത്തിലും ദാൻ ഗോത്രത്തിലും മനശ്ശെയുടെ പാതിഗോത്രത്തിലും നറുക്കുപ്രകാരം 10 പട്ടണം കിട്ടി. ഗേർഷോന്റെ മക്കൾക്കു ഇസ്സാഖാർ ഗോത്രത്തിലും ബാശാനിലെ മനശ്ശെയുടെ പാതിഗോത്രത്തിലും നറുക്കുപ്രകാരം 13 പട്ടണം കിട്ടി. മെരാരിയുടെ മക്കൾക്ക് കുടുംബമായി രൂബേൻ ഗോത്രത്തിലും ഗാദ് ഗോത്രത്തിലും സെബൂലൂൻ ഗോത്രത്തിലും കൂടെ 12 പട്ടണം കിട്ടി. യഹോവ മോശെ മുഖാന്തരം കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ ലേവ്യർക്കു ഈ പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും നറുക്കുപ്രകാരം കൊടുത്തു. അവർ യഹൂദാ മക്കളുടെ ഗോത്രത്തിലും ശിമയോൻ മക്കളുടെ ഗോത്രത്തിലും താഴെ പേർ പറയുന്ന പട്ടണങ്ങളെ കൊടുത്തു. അവ ലേവിമക്കളിൽ കെഹാത്യരുടെ കുടുംബങ്ങളിൽ അഹരോന്റെ മക്കൾക്കു കിട്ടി. അവർക്കായിരുന്നു ഒന്നാമത്തെ നറുക്കു വന്നതു. യഹൂദാമലാട്ടിൽ അവർ അനാക്കിന്റെ അപ്പനായ അർബയുടെ പട്ടണമായ ഹെബ്രോനും അതിനു ചുറ്റുമുള്ള പുൽപ്പുറങ്ങളും അവർക്ക് കൊടുത്തു. എന്നാൽ പട്ടണത്തോട് ചേർന്ന നിലങ്ങളും ഗ്രാമങ്ങളും അവർ യെഫുന്നെയുടെ മകനായ കാലേബിനു അവകാശമായി കൊടുത്തു. ഇങ്ങനെ അവർ പുരോഹിതനായ അഹരോന്റെ മക്കൾക്കു കുല ചെയ്തൊന്നു സങ്കേതകരമായ ഹെബ്രോനും അതിന്റെ പുൽപ്പുറങ്ങളും ലിബ്നയും അതിന്റെ പുൽപ്പുറങ്ങളും എത്തീരും അതിന്റെ പുൽപ്പുറങ്ങളും എസ്തെമോവയും അതിന്റെ പുൽപ്പുറങ്ങളും ഹോലോനും അതിന്റെ പുൽപ്പുറങ്ങളും ദെബീരും അതിന്റെ പുൽപ്പുറങ്ങളും അയീനും അതിന്റെ പുൽപ്പുറങ്ങളും യുത്തയും അതിന്റെ പുൽപ്പുറങ്ങളും ബേത്ത്ശേമെശും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ ആ 2 ഗോത്രങ്ങളിൽ 9 പട്ടണവും. ബെന്യാമീൻ ഗോത്രത്തിൽ ഗിബെയോനും അതിന്റെ പുൽപ്പുറങ്ങളും ഗേബയും അതിന്റെ പുൽപ്പുറങ്ങളും അനാഥോത്തും അതിന്റെ പുൽപ്പുറങ്ങളും അൽമോനും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 4 പട്ടണവും കൊടുത്തു. അഹരോന്റെ മക്കളായ പുരോഹിതന്മാർക്കു എല്ലാം കൂടി 13 പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി. കെഹാത്തിന്റെ ശേഷം മക്കളായ ലേവ്യർക്കു കെഹാത്യ കുടുംബങ്ങൾക്കു തന്നെ നറുക്കുപ്രകാരം കിട്ടിയ പട്ടണങ്ങൾ എഫ്രയീം ഗോത്രത്തിൽ ആയിരുന്നു. എഫ്രയീം നാട്ടിൽ കുല ചെയ്തൊന്നു സങ്കേതകരമായ ശെഖേമും അതിന്റെ പുൽപ്പുറങ്ങളും കേസരും അതിന്റെ പുൽപ്പുറങ്ങളും
കിബ്സയും അതിന്റെ പുൽപ്പുറങ്ങളും ബേത്ത്ഹോരോനും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 4 പട്ടണവും. ദാൻ ഗോത്രത്തിൽ എൽദെക്കയും അതിന്റെ പുൽപ്പുറങ്ങളും ഗിബ്ബെഥോനും അതിന്റെ പുൽപ്പുറങ്ങളും. അയ്യാലോനും അതിന്റെ പുൽപ്പുറങ്ങളും കത്രിമ്മോനും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 4 പട്ടണവും. മനശ്ശെയുടെ പാതിഗോത്രത്തിൽ താനാക്കും അതിന്റെ പുൽപ്പുറങ്ങളും ഗത്രിമ്മോനും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 2 പട്ടണവും അവർക്ക് കൊടുത്തു. ഇങ്ങനെ കെഹാത്തിന്റെ ശേഷം മക്കളുടെ കുടുംബങ്ങൾക്കു എല്ലാം കൂടി 10 പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി. ലേവ്യരുടെ കുടുംബങ്ങളിൽ ഗേർശോന്റെ മക്കൾക്കു മനശ്ശെയുടെ പാതിഗോത്രത്തിൽ കുല ചെയ്തവന്നു സങ്കേതനഗരമായ ബാശാനിലെ ഗോലാനും അതിന്റെ പുൽപ്പുറങ്ങളും ബേസ്തെരയും അതിന്റെ പുൽപ്പുറങ്ങളും. ഇങ്ങനെ 2 പട്ടണവും ഇസ്സാഖാർ ഗോത്രത്തിൽ കിശ്യോനും അതിന്റെ പുൽപ്പുറങ്ങളും. ദാബെരത്തും അതിന്റെ പുൽപ്പുറങ്ങളും എർമൂത്തും അതിന്റെ പുൽപ്പുറങ്ങളും ഏങ്നീമും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 4 പട്ടണവും. ആശേർ ഗോത്രത്തിൽ മിശാലും അതിന്റെ പുൽപ്പുറങ്ങളും അബ്ദോനും അതിന്റെ പുൽപ്പുറങ്ങളും. ഹെൽക്കത്തും അതിന്റെ പുൽപ്പുറങ്ങളും രഹോബും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 4 പട്ടണവും. നഫ്താലി ഗോത്രത്തിൽ കുല ചെയ്തുവന്ന സങ്കേതനഗരമായ ഗലീലയിലെ കേദശും അതിന്റെ പുൽപ്പുറങ്ങളും ഹമ്മോത്തോരും അതിന്റെ പുൽപ്പുറങ്ങളും കർത്താനും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 3 പട്ടണവും കൊടുത്തു. ഗേർശോന്യർക്ക് കുടുംബം കുടുംബമായി എല്ലാം കൂടി 13 പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി. ശേഷം ലേവ്യരിൽ മെരാറിയ കുടുംബങ്ങൾക്കു സെബൂലൂൻ ഗോത്രത്തിൽ യൊക്നെയാമും അതിന്റെ പുൽപ്പുറങ്ങളും കർത്തയും അതിന്റെ പുൽപ്പുറങ്ങളും. ദിമ്മിയും അതിന്റെ പുൽപ്പുറങ്ങളും നഹലാലും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 4 പട്ടണവും. രൂബേൻ ഗോത്രത്തിൽ ബേസരും അതിന്റെ പുൽപ്പുറങ്ങളും. യഹ്സയും അതിന്റെ പുൽപ്പുറങ്ങളും കെദേമോത്തും അതിന്റെ പുൽപ്പുറങ്ങളും മേഫാത്തും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 4 പട്ടണവും. ഗാദ് ഗോത്രത്തിൽ കുല ചെയ്തുവന്ന സങ്കേതനഗരമായ ഗിലെയാദിലെ രാമോത്തും അതിന്റെ പുൽപ്പുറങ്ങളും മഹനയീമും അതിന്റെ പുൽപ്പുറങ്ങളും. ഹെശ്ബോനും അതിന്റെ പുൽപ്പുറങ്ങളും എസേരും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ എല്ലാം കൂടി 4 പട്ടണവും കൊടുത്തു. അങ്ങനെ ശേഷം ലേവ്യ കുടുംബങ്ങളായ മെരാറിയർക്കു നറുക്കുപ്രകാരം കുടുംബം കുടുംബമായി കിട്ടിയ പട്ടണങ്ങൾ എല്ലാം കൂടി 12 ആയിരുന്നു. യിസ്രായേൽ മക്കളുടെ അവകാശത്തിൽ ലേവ്യർക്കു എല്ലാം കൂടി 48 പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി. ഈ പട്ടണങ്ങളിൽ ഓരോന്നിനു ചുറ്റും പുൽപ്പുറങ്ങൾ ഉണ്ടായിരുന്നു. ഈ പട്ടണങ്ങൾക്കൊക്കെയും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. യഹോവ യിസ്രായേലിനു താൻ അവരുടെ പിതാക്കന്മാർക്കു കൊടുക്കുമെന്നു സത്യം ചെയ്ത ദേശമെല്ലാം കൊടുത്തു. അവർ അതു കൈവശമാക്കി അവിടെ കുടിപാർത്തു. യഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തപോലെ ഒക്കെയും ചുറ്റും അവർക്കു സ്വസ്ഥത നൽകി. ശത്രുക്കളിൽ ഒരുത്തനും അവരുടെ മുമ്പിൽ നിന്നിട്ടില്ല. യഹോവ സകല ശത്രുക്കളെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. യഹോവ യിസ്രായേൽ ഗൃഹത്തോട് അരുളിച്ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി. യേശുവിന്റെ പുസ്തകം 22. അക്കാലത്ത് യോശുവ രൂബേന്യരെയും ഗാദ്യരെയും മനശ്ശെയുടെ പാതിഗോത്രത്തെയും വിളിച്ചു. അവരോട് പറഞ്ഞതു, യഹോവയുടെ ദാസനായ മോശെ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും നിങ്ങൾ പ്രമാണിക്കുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ച സകലത്തിലും എന്റെ വാക്കു അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഈ കാലമൊക്കെയും നിങ്ങളുടെ സഹോദരന്മാരെ ഇന്നുവരെ വിട്ടുപിരിയാതെ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പന പ്രമാണിച്ചു നടന്നിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ സഹോദരന്മാർക്കു താൻ വാഗ്ദത്തം ചെയ്തപോലെ സ്വസ്ഥത നൽകിയിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ വീടുകളിലേക്കും യഹോവയുടെ ദാസനായ മോശെ യോർദ്ദാനക്കരെ നിങ്ങൾക്കു തന്നിട്ടുള്ള നിങ്ങളുടെ അവകാശദേശത്തേക്കും മടങ്ങിപ്പോയിക്കൊള്ളുവിൻ. എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ എല്ലാ വഴികളിലും നടന്നു അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുകയും അവനോട് പറ്റിച്ചേർന്നു പൂർണ്ണഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സേവിക്കുകയും ചെയ്യണമെന്നു യഹോവയുടെ ദാസനായ മോശെ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനയും ന്യായപ്രമാണവും ആചരിപ്പാൻ ഏറ്റവും ജാഗ്രതയായിരിപ്പിൻ. ഇങ്ങനെ യോശുവ അവരെ അനുഗ്രഹിച്ച് യാത്ര അയച്ചു. അവർ തങ്ങളുടെ വീടുകളിലേക്ക് പോകുകയും ചെയ്തു. മനശ്ശെയുടെ പാതിഗോത്രത്തിനു മോശെ ബാശാനിൽ അവകാശം കൊടുത്തിരുന്നു. മറ്റേ പാതിഗോത്രത്തിനു യോർദ്ദാനിക്കരെ പടിഞ്ഞാറു അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ യോശുവ കൊടുത്തു. അവരെ അവരുടെ വീടുകളിലേക്ക് അയച്ചപ്പോൾ യോശുവ അവരെ അനുഗ്രഹിച്ചു. അവരോട് പറഞ്ഞതു, വളരെ നാൽക്കാലികൾ, വെള്ളിപ്പൊന്നു, ചെമ്പു, ഇരുമ്പു, വളരെ വസ്ത്രം എന്നിങ്ങനെ അനവധി സമ്പത്തോടും കൂടെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകുകയും നിങ്ങളുടെ ശത്രുക്കളുടെ പക്കൽ നിന്നു കിട്ടിയ കൊള്ള നിങ്ങളുടെ സഹോദരന്മാരുമായി പങ്കിട്ടുകൊള്ളുകയും ചെയ്യുവിൻ. അങ്ങനെ രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതിഗോത്രവും മോശെ മുഖാന്തരം യഹോവ കൽപ്പിച്ചതുപോലെ അവർ കൈവശമാക്കിയിരുന്ന അവകാശദേശമായ ഗിലെയാദ് ദേശത്തേക്ക് മടങ്ങിപ്പോകേണ്ടതെന്നു കനാൻ ദേശത്തിലെ ശീലോവിൽ നിന്നു യിസ്രായേൽ മക്കളെ വിട്ടു പുറപ്പെട്ടു. അവർ കനാൻ ദേശത്തിലെ യോർദ്ദാന്യ പ്രദേശങ്ങളിൽ എത്തിയപ്പോൾ
രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതിഗോത്രവും യോർദാനു സമീപത്തു ഒരു യാഗപീഠം പണിതു. രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതി ഗോത്രവും കനാൻ ദേശത്തിന്റെ കിഴക്കുപുറത്തു യോർദാന്യ പ്രദേശങ്ങളിൽ ഇസ്രായേൽ മക്കൾക്കു എതിരെ ഇതാ ഒരു യാഗപീഠം പണിതിരിക്കുന്നു എന്ന് ഇസ്രായേൽ മക്കൾ കേട്ടു. ഇസ്രായേൽ മക്കൾ അതു കേട്ടപ്പോൾ ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും അവരോട് യുദ്ധത്തിനു പുറപ്പെടുവാൻ ശീലോവിൽ ഒന്നിച്ചുകൂടി. ഇസ്രായേൽ മക്കൾ ഗിലെയാദ് ദേശത്തു രൂബേന്യരുടെയും ഗാദ്യരുടെയും മനശ്ശെയുടെ പാതിഗോത്രത്തിന്റെയും അടുക്കൽ പുരോഹിതനായ എലെയാസാരിന്റെ മകനായ ഫീനെഹാസിനെയും അവനോടുകൂടെ ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും ഓരോ പിതൃഭവനത്തിനു ഓരോ പ്രഭുവീതം 10 പ്രഭുക്കന്മാരെയും അയച്ചു. അവരിൽ ഓരോരുത്തനും താന്താന്റെ പിതൃഭവനത്തിൽ ഇസ്രായേല്യ സഹസ്രങ്ങൾക്കു തലവനായിരുന്നു. അവർ ഗിലെയാദ് ദേശത്തു രൂബേന്യരുടെയും ഗാദ്യരുടെയും മനശ്ശെയുടെ പാതിഗോത്രത്തിന്റെയും അടുക്കൽ ചെന്നു അവരോട് പറഞ്ഞതെന്തെന്നാൽ, യഹോവയുടെ സഭ മുഴുവനും ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ഇന്നു യഹോവയോട് മത്സരിക്കേണ്ടതെന്നു ഒരു യാഗപീഠം പണിതു. ഇന്നു യഹോവയെ വിട്ടുമാറുവാൻ തക്കവണ്ണം നിങ്ങൾ ഇസ്രായേലിന്റെ ദൈവത്തോട് ചെയ്തിരിക്കുന്ന ഈ ദ്രോഹം എന്തോ? പെയോർ സംബന്ധിച്ചുണ്ടായ അകൃത്യം നമുക്ക് പോരായോ? അതുനിമിത്തം യഹോവയുടെ സഭയ്ക്കു ബാധ ഉണ്ടായിട്ടും നാം ഇന്നുവരെ അതു നീക്കി നമ്മെത്തന്നെ ശുദ്ധീകരിച്ചു തീർന്നിട്ടില്ലല്ലോ. നിങ്ങൾ ഇന്നു യഹോവയെ വിട്ടുമാറുവാൻ പോകുന്നുവോ? നിങ്ങൾ ഇന്നു യഹോവയോട് മത്സരിക്കുന്നു, നാളെ അവൻ ഇസ്രായേലിന്റെ സർവ്വസഭയോടും കോപിപ്പാൻ സംഗതിയാകും. നിങ്ങളുടെ അവകാശദേശം അശുദ്ധം എന്നുവരികിൽ യഹോവയുടെ തിരുനിവാസം ഇരിക്കുന്നതായ യഹോവയുടെ അവകാശദേശത്തേക്ക് കടന്നുവന്നു ഞങ്ങളുടെ ഇടയിൽ അവകാശം വാങ്ങുവിൻ. എന്നാൽ നമ്മുടെ ദൈവമായ യഹോവയുടെ യാഗപീഠം ഒഴികെ ഒരു യാഗപീഠം പണിതു യഹോവയോട് മത്സരിക്കരുതു, ഞങ്ങളോടും മത്സരിക്കരുതു. സേർഹിന്റെ മകനായ ആഖാൻ ശപഥാർപ്പിതവസ്തു സംബന്ധിച്ചു ഒരു കുറ്റം ചെയ്കയാൽ കോപം ഇസ്രായേലിന്റെ സർവ്വസഭയുടെയും മേൽ വീണില്ലയോ? അവൻ മാത്രമല്ലല്ലോ അവന്റെ അകൃത്യത്താൽ നശിച്ചതു. അതിന്നു രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതിഗോത്രവും ഇസ്രായേല്യ സഹസ്രങ്ങളുടെ തലവന്മാരോട് ഉത്തരം പറഞ്ഞതു, സർവ്വവല്ലഭനാകുന്ന ദൈവമായ യഹോവ, സർവ്വവല്ലഭനാകുന്ന ദൈവമായ യഹോവ തന്നെ അറിയുന്നു, ഇസ്രായേലും അറിയട്ടെ. ഞങ്ങൾ യഹോവയോടുള്ള മത്സരത്താലോ ദ്രോഹത്താലോ അങ്ങനെയെങ്കിൽ ഇന്നു തന്നെ നിന്റെ രക്ഷ ഞങ്ങൾക്കില്ലാതെ പോകട്ടെ. യഹോവയെ വിട്ടുമാറേണ്ടതെന്നു ഞങ്ങൾ ഒരു യാഗപീഠം പണിതു എങ്കിൽ, അല്ല അതിന്മേൽ ഹോമയാഗവും ഭോജനയാഗവും അർപ്പിപ്പാനോ സമാധാനയാഗങ്ങൾ കഴിപ്പാനോ ആകുന്നു എങ്കിൽ യഹോവ തന്നെ ചോദിച്ചുകൊള്ളട്ടെ. നാളെ നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കളോട്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുമായി നിങ്ങൾക്കു എന്തു കാര്യമുള്ളൂ? ഞങ്ങളുടെയും രൂബേന്യരും ഗാദ്യരുമായ നിങ്ങളുടെയും മധ്യേ യഹോവ യോർദാനെ അതിരാക്കിയിരിക്കുന്നു. നിങ്ങൾക്കു യഹോവയിൽ ഒരു ഓഹരിയില്ല എന്നു പറഞ്ഞു നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കൾക്കു യഹോവയെ ഭയപ്പെടാതിരിപ്പാൻ സംഗതി വരുത്തും എന്നുള്ള ശങ്ക കൊണ്ടല്ലയോ ഞങ്ങൾ ഇത് ചെയ്തതു? അതുകൊണ്ട് നാം ഒരു യാഗപീഠം പണിക എന്നു ഞങ്ങൾ പറഞ്ഞു, ഹോമയാഗത്തിനല്ല ഹനയാഗത്തിനുമല്ല. ഞങ്ങൾ യഹോവയുടെ സന്നിധാനത്തിൽ ഞങ്ങളുടെ ഹോമയാഗങ്ങളാലും ഹനനയാഗങ്ങളാലും സമാധാനയാഗങ്ങളാലും അവന്റെ ശുശ്രൂഷ അനുഷ്ഠിക്കുകയും നിങ്ങളുടെ മക്കൾ നാളെ ഞങ്ങളുടെ മക്കളോടു നിങ്ങൾക്കു യഹോവയിൽ ഒരു ഓഹരിയില്ല എന്നു പറയാതിരിക്കുകയും ചെയ്യേണ്ടതെന്നും ഞങ്ങൾക്കും നിങ്ങൾക്കും നമ്മുടെ ശേഷം നമ്മുടെ സന്തതികൾക്കും മധ്യേ ഒരു സാക്ഷിയായിരിക്കേണ്ടതെന്നുമത്രേ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതു, നാളെ അവർ നമ്മോടോ നമ്മുടെ സന്തതികളോടോ അങ്ങനെ പറയുമ്പോൾ, ഹോമയാഗത്തിനല്ല ഹനനയാഗത്തിനുമല്ല ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ സാക്ഷിയായിരിക്കേണ്ടതെന്നു തന്നെ ഞങ്ങളുടെ പിതാക്കന്മാർ ഉണ്ടാക്കിയിട്ടുള്ള യഹോവയുടെ യാഗപീഠത്തിന്റെ പ്രതിരൂപം കാണ്മിൻ എന്ന് മറുപടി പറവാൻ ഇടയാകും. ഞങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയുടെ തിരുനിവാസത്തിന്റെ മുമ്പാകെയുള്ള അവന്റെ യാഗപീഠം ഒഴികെ ഹോമയാഗത്തിനോ ഭോജനയാഗത്തിനോ ഹനനയാഗത്തിനോ വേറൊരു യാഗപീഠം ഉണ്ടാക്കിയിട്ടു യഹോവയോട് മത്സരിക്കുകയും ഇന്നു യഹോവയെ വിട്ടുമാറുകയും ചെയ്യുവാൻ ഞങ്ങൾക്കു സംഗതി വരുതേ. രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ മക്കളും പറഞ്ഞ വാക്കുകൾ പുരോഹിതനായ ഫീനെഹാസും അവനോടുകൂടെ സഭയുടെ പ്രഭുക്കന്മാരായി ഇസ്രായേല്യ സഹസ്രങ്ങൾക്കു തലവന്മാരായവരും കേട്ടപ്പോൾ അവർക്കു സന്തോഷമായി. പുരോഹിതനായ എലെയാസാരിന്റെ മകൻ ഫീനെഹാസ് രൂബേന്റെ മക്കളോടും ഗാദിന്റെ മക്കളോടും മനശ്ശെയുടെ മക്കളോടും, നിങ്ങൾ യഹോവയോടു ഈ അകൃത്യം ചെയ്തിട്ടില്ലായ്കൊണ്ടു യഹോവ നമ്മുടെ മധ്യേ ഉണ്ടു എന്നു ഞങ്ങൾ ഇന്നു അറിഞ്ഞിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ ഇസ്രായേൽ മക്കളെ യഹോവയുടെ കയ്യിൽ നിന്നു രക്ഷിച്ചിരിക്കുന്നു എന്നു പറഞ്ഞു. പിന്നെ പുരോഹിതനായ എലെയാസാരിന്റെ മകൻ ഫീനെഹാസും പ്രഭുക്കന്മാരും രൂബേന്യരെയും ഗാദ്യരെയും വിട്ടു ഗിലെയാദ് ദേശത്തുനിന്നു കനാൻ ദേശത്തേക്ക് ഇസ്രായേൽ മക്കളുടെ അടുക്കൽ മടങ്ങിച്ചെന്നു അവരോട് വസ്തുത അറിയിച്ചു. ഇസ്രായേൽ മക്കൾക്കു ആ കാര്യം സന്തോഷമായി. അവർ ദൈവത്തെ സ്തുതിച്ചു. രൂബേന്യരും ഗാദ്യരും പാർത്ത ദേശം നശിപ്പിക്കേണ്ടതെന്നു അവരോട് യുദ്ധത്തിനു പുറപ്പെടുന്നതിനെക്കുറിച്ചു പിന്നെ മിണ്ടിയതേയില്ല.
രൂബേന്യരും ഗാദ്യരും യഹോവ തന്നെ ദൈവം എന്നതിന്നു ഇതു നമ്മുടെ മധ്യേ സാക്ഷി എന്നു പറഞ്ഞു ആ യാഗപീഠത്തിനു ഏദ് എന്നു പേരിട്ടു. യേശുവിന്റെ പുസ്തകം 23. യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി ഇസ്രായേലിനു സ്വസ്ഥത നൽകി ഏറെക്കാലം കഴിഞ്ഞു. യോശുവ വയസ്സു ചെന്നു വൃദ്ധൻ ആയ ശേഷം യോശുവ എല്ലാ ഇസ്രായേലിനെയും അവരുടെ മൂപ്പന്മാരെയും പ്രധാനികളെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ചു അവരോട് പറഞ്ഞെന്തെന്നാൽ, ഞാൻ വയസ്സുചെന്നു വൃദ്ധൻ ആയിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ നിമിത്തം ഈ സകലജാതികളോടും ചെയ്തൊക്കെയും നിങ്ങൾ കണ്ടിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെയല്ലോ നിങ്ങൾക്കുവേണ്ടി യുദ്ധം ചെയ്തതു. ഇതാ, യോർദാൻ മുതൽ പടിഞ്ഞാറോട്ടു മഹാസമുദ്രം വരെ ശേഷിപ്പുള്ള ജാതികളുടെയും ഞാൻ സംഹരിച്ചുകളഞ്ഞിട്ടുള്ള സകലജാതികളുടെയും ദേശം നിങ്ങളുടെ ഗോത്രങ്ങൾക്കു അവകാശമായി നറുക്കിട്ടു വിഭാഗിച്ചു തന്നിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്നു ഓടിച്ചു നിങ്ങളുടെ ദൃഷ്ടിയിൽ നിന്നു നീക്കിക്കളയും. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുപോലെ നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും. ആകയാൽ മോശെയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ചു നടപ്പാനും അതിൽ നിന്നു വലത്തോട്ടെങ്കിലും ഇടത്തോട്ടെങ്കിലും മാറാതിരിപ്പാനും ഏറ്റവും ഉറപ്പുള്ളവരായിരിപ്പിൻ. നിങ്ങളുടെ ഇടയിൽ ശേഷിച്ചിരിക്കുന്ന ഈ ജാതികളോട് നിങ്ങൾ ഇടകലരുതു. അവരുടെ ദേവന്മാരുടെ നാമം ജപിക്കുകയും അതു ചൊല്ലി സത്യം ചെയ്യുകയും അരുതു. അവയെ സേവിക്കുകയും നമസ്കരിക്കുകയും അരുതു. നിങ്ങൾ ഇന്നുവരെ ചെയ്തുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്നിരിപ്പിൻ. യഹോവ നിങ്ങളുടെ മുമ്പിൽ നിന്നു വലിപ്പവും ബലവുമുള്ള ജാതികളെ നീക്കിക്കളഞ്ഞു. ഒരു മനുഷ്യനും ഇന്നുവരെ നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തുപോലെ താൻ തന്നെ നിങ്ങൾക്കുവേണ്ടി യുദ്ധം ചെയ്തുകൊണ്ട് നിങ്ങളിൽ ഒരുത്തൻ 1000 പേരെ ഓടിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിപ്പാൻ പൂർണ്ണമനസ്സോടെ ഏറ്റവും ജാഗ്രതയായിരിപ്പിൻ. അല്ലാതെ നിങ്ങൾ വല്ലപ്രകാരവും പിന്തിരിഞ്ഞു നിങ്ങളുടെ ഇടയിലുള്ള ഈ ശേഷം ജാതികളോട് ചേർന്നു വിവാഹസംബന്ധം ചെയ്യുകയും നിങ്ങൾ അവരോടും അവർ നിങ്ങളോടും ഇടകലുകയും ചെയ്താൽ, നിങ്ങളുടെ ദൈവമായ യഹോവ മേലാൽ ഈ ജാതികളെ നിങ്ങളുടെ മുമ്പിൽ നിന്നു നീക്കിക്കളകയില്ലെന്നും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്തുനിന്നു നിങ്ങൾ നശിച്ചു പോകും വരെ അവർ നിങ്ങൾക്ക് കൊടുക്കും കണിയും വിലാപ്പുറത്തു ചുമ്മട്ടിയും കണ്ണിൽ മുള്ളും ആയിരിക്കുമെന്നു അറിഞ്ഞുകൊള്ളുവിൻ. ഇതാ, ഞാൻ ഇന്ന് സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെക്കുറിച്ചു അരുളിച്ചെയ്തിട്ടുള്ള സകല നന്മകളിലും വെച്ചു ഒന്നിന്നും വീഴ്ച വന്നിട്ടില്ലെന്നു നിങ്ങൾക്ക് പൂർണ്ണഹൃദയത്തിലും പൂർണ്ണമനസ്സിലും ബോധമായിരിക്കുന്നു. സകലവും നിങ്ങൾക്ക് സംഭവിച്ചു, ഒന്നിന്നും വീഴ്ച വന്നിട്ടില്ല. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് അരുളിച്ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും നിങ്ങൾക്ക് സംഭവിച്ചതുപോലെ തന്നെ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്തുനിന്നു നിങ്ങളെ നശിപ്പിക്കും വരെ യഹോവ എല്ലാ തിന്മകളും നിങ്ങളുടെ മേൽ വരുത്തും. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള അവന്റെ നിയമം നിങ്ങൾ ലംഘിക്കുകയും ചെന്നു അന്യദൈവങ്ങളെ സേവിച്ചു നമസ്കരിക്കുകയും ചെയ്താൽ യഹോവയുടെ കോപം നിങ്ങളുടെ നേരെ ജ്വലിക്കും. അവൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ നല്ല ദേശത്തുനിന്നു നിങ്ങൾ വേഗം നശിച്ചു പോകുകയും ചെയ്യും. യേശുവിന്റെ പുസ്തകം 24. അനന്തരം യോശുവ ഇസ്രായേൽ ഗോത്രങ്ങളെയെല്ലാം ശേഖേമിൽ കൂട്ടി ഇസ്രായേലിന്റെ മൂപ്പന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ചു. അവർ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നുനിന്നു. അപ്പോൾ യോശുവ സർവ്വജനത്തോടും പറഞ്ഞതെന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹാമിന്റെയും നാഹോരിന്റെയും പിതാവായ തേരഹ് പണ്ടു നദിക്കക്കരെ പാർത്തു അന്യദൈവങ്ങളെ സേവിച്ചു പോന്നു. എന്നാൽ ഞാൻ നിങ്ങളുടെ പിതാവായ അബ്രാഹാമിനെ നദിക്കക്കരെ നിന്നു കൊണ്ടുവന്നു കനാൻ ദേശത്തൊക്കെയും സഞ്ചരിപ്പിച്ചു അവന്റെ സന്തതിയെ വർദ്ധിപ്പിക്കുകയും അവന്നു യിസ്ഹാക്കിനെ കൊടുക്കുകയും ചെയ്തു. യിസ്ഹാക്കിന്നു ഞാൻ യാക്കോബിനെയും ഏശാവിനെയും കൊടുത്തു. ഏശാവിന്നു ഞാൻ സെയീർ പർവ്വതം അവകാശമായി കൊടുത്തു. എന്നാൽ യാക്കോബും അവന്റെ മക്കളും മിസ്രയീമിലേക്ക് പോയി. പിന്നെ ഞാൻ മോശെയെയും അഹരോനെയും അയച്ചു. ഞാൻ മിസ്രയീമിൽ പ്രവർത്തിച്ച പ്രവൃത്തികളാൽ അതിനെ ബാധിച്ചു. അതിന്റെ ശേഷം നിങ്ങളെ പുറപ്പെടുവിച്ചു. അങ്ങനെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീമിൽ നിന്നു പുറപ്പെടുവിച്ചു. നിങ്ങൾ കടലിനരികെ എത്തി. മിസ്രയീമ്യർ രഥങ്ങളോടും കുതിരകളോടും കൂടെ ചെങ്കടൽ വരെ നിങ്ങളുടെ പിതാക്കന്മാരെ പിന്തുടർന്നു. അവർ യഹോവയോട് നിലവിളിച്ചപ്പോൾ അവൻ നിങ്ങൾക്കും മിസ്രയീമ്യർക്കും മധ്യേ അന്ധകാരം വെച്ചു കടൽ അവരുടെ മേൽ വരുത്തി അവരെ മുക്കിക്കളഞ്ഞു. ഇങ്ങനെ ഞാൻ മിസ്രയീമ്യരോട് ചെയ്തത് നിങ്ങൾ കണ്ണാലെ കണ്ടു. നിങ്ങൾ ഏറിയ കാലം മരുഭൂമിയിൽ കഴിച്ചു. പിന്നെ ഞാൻ നിങ്ങളെ യോർദാനക്കരെ പാർത്തിരുന്ന അമോര്യരുടെ ദേശത്തേക്ക് കൊണ്ടുവന്നു. അവൻ നിങ്ങളോട് യുദ്ധം ചെയ്തു. നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കേണ്ടതെന്നു ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങളുടെ മുമ്പിൽ നിന്നു നശിപ്പിച്ചു കളഞ്ഞു.
അനന്തരം സിപ്പോരിന്റെ മകൻ മോവാബ്യ രാജാവായ ബാലാക്ക് പുറപ്പെട്ടു ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. നിങ്ങളെ ശപിപ്പാൻ ബെയോരിന്റെ മകനായ ബിലെയാമിനെ വിളിപ്പിച്ചു. എങ്കിലും എനിക്ക് ബിലെയാമിന്റെ അപേക്ഷ കേൾപ്പാൻ മനസ്സില്ലായ്കയാൽ അവൻ നിങ്ങളെ അനുഗ്രഹിച്ചു. ഇങ്ങനെ ഞാൻ നിങ്ങളെ അവന്റെ കയ്യിൽ നിന്നു വിടുവിച്ചു. പിന്നെ നിങ്ങൾ യോർദാൻ കടന്നു യെരീഹോവിലേക്ക് വന്നു. യെരീഹോ നിവാസികൾ അമോര്യർ, പെരിസ്യർ, കനാന്യർ, ഹിത്യർ, ഗിർഗസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവർ നിങ്ങളോട് യുദ്ധം ചെയ്തു. ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടന്നലിനെ അയച്ചു. അത് നിങ്ങളുടെ മുമ്പിൽ നിന്നു അമോറിയരുടെ ആ 2 രാജാക്കന്മാരെ ഓടിച്ചുകളഞ്ഞു. നിന്റെ വാളുകൊണ്ടല്ല, നിന്റെ വില്ലുകൊണ്ടും അല്ല. നിങ്ങൾ പ്രയത്നം ചെയ്യാത്ത ദേശവും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നു. നിങ്ങൾ അവയിൽ പാർക്കുന്നു. നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവുതോട്ടങ്ങളും നിങ്ങൾക്ക് അനുഭവമായിരിക്കുന്നു. ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ടു അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പിൻ. നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരെയും മിസ്രയീമിലും വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യുവിൻ. യഹോവയെ സേവിക്കുന്നതു നന്നല്ലെന്നു നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തുവരുന്ന ദേശത്തിലെ അമോറിയരുടെ ദേവന്മാരെയോ ആരെ സേവിക്കും എന്നു ഇന്നു തിരഞ്ഞെടുത്തുകൊള്ളുവിൻ. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അതിന്നു ജനം ഉത്തരം പറഞ്ഞതു, യഹോവയെ ഉപേക്ഷിച്ചു അന്യദൈവങ്ങളെ സേവിപ്പാൻ ഞങ്ങൾക്കു സംഗതി വരുതേ. ഞങ്ങളെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും അടിമവീടായ മിസ്രയീം ദേശത്തുനിന്നു പുറപ്പെടുവിച്ചു ഞങ്ങൾ കാൺകെ ആ വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ഞങ്ങൾ നടന്ന എല്ലാ വഴിയിലും ഞങ്ങൾ കടന്നുപോന്ന സകലജാതികളുടെ ഇടയിലും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തവൻ ഞങ്ങളുടെ ദൈവമായ യഹോവ തന്നെയല്ലോ. ദേശത്തു പാർത്തിരുന്ന അമോറിയർ മുതലായ സകലജാതികളെയും യഹോവ ഞങ്ങളുടെ മുമ്പിൽ നിന്നു നീക്കിക്കളഞ്ഞു. ആകയാൽ ഞങ്ങളും യഹോവയെ സേവിക്കും. അവനല്ലോ ഞങ്ങളുടെ ദൈവം. യോശുവ ജനത്തോട് പറഞ്ഞതു, നിങ്ങൾക്കു യഹോവയെ സേവിപ്പാൻ കഴിയുന്നതല്ല. അവൻ പരിശുദ്ധ ദൈവം, അവൻ തീക്ഷ്ണതയുള്ള ദൈവം. അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കയില്ല. നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ചു അന്യദൈവങ്ങളെ സേവിച്ചാൽ മുമ്പേ നിങ്ങൾക്ക് നന്മ ചെയ്തപോലെ അവൻ തിരിഞ്ഞു നിങ്ങൾക്ക് തിന്മ ചെയ്തു നിങ്ങളെ സംഹരിക്കും. ജനം യോശുവയോടു, അല്ല, ഞങ്ങൾ യഹോവയെ തന്നെ സേവിക്കും എന്നു പറഞ്ഞു. യോശുവ ജനത്തോടു, യഹോവയെ സേവിക്കേണ്ടതെന്നു നിങ്ങൾ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിന്നു നിങ്ങൾ തന്നെ സാക്ഷികൾ എന്നു പറഞ്ഞു. അതെ, ഞങ്ങൾ തന്നെ സാക്ഷികൾ എന്നു അവർ പറഞ്ഞു. ആകയാൽ ഇപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള അന്യദൈവങ്ങളെ നീക്കിക്കളഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിങ്കലേക്ക് നിങ്ങളുടെ ഹൃദയം ചായ്പിൻ എന്നു അവൻ പറഞ്ഞു. ജനം യോശുവയോടു, ഞങ്ങളുടെ ദൈവമായ യഹോവയെ ഞങ്ങൾ സേവിക്കും, അവന്റെ വാക്കു ഞങ്ങൾ അനുസരിക്കും എന്നു പറഞ്ഞു. അങ്ങനെ യോശുവ അന്നു ജനവുമായി ഒരു നിയമം ചെയ്തു. അവർക്കു ശെഖേമിൽ വെച്ചു ഒരു ചട്ടവും പ്രമാണവും നിശ്ചയിച്ചു. പിന്നെ യോശുവ ഈ വചനങ്ങൾ ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതി ഒരു വലിയ കല്ലെടുത്തു. അവിടെ യഹോവയുടെ വിശുദ്ധമന്ദിരത്തിനരികെയുള്ള കരുവേലകത്തിൻ കീഴെ നാട്ടിയും വെച്ചു യോശുവ സകലജനത്തോടും, ഇതാ, ഈ കല്ലു നമുക്കു സാക്ഷിയായിരിക്കട്ടെ. അതു യഹോവ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള വചനങ്ങളൊക്കെയും കേട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ നിഷേധിക്കാതിരിക്കേണ്ടതെന്നു അതു നിങ്ങൾക്കു സാക്ഷിയായിരിക്കട്ടെ എന്നു പറഞ്ഞു. ഇങ്ങനെ യോശുവ ജനത്തെ താന്താങ്ങളുടെ അവകാശത്തിലേക്ക് പറഞ്ഞയച്ചു. അതിന്റെ ശേഷം യഹോവയുടെ ദാസനായി നൂന്റെ മകനായ യോശുവ 110 വയസ്സുള്ളവനായി മരിച്ചു. അവനെ എഫ്രയീം പർവ്വതത്തിലുള്ള തിമ്നാത്ത് സേരഹിൽ ഗായഷ് മലയുടെ വടക്കുവശത്തു അവന്റെ അവകാശഭൂമിയിൽ അടക്കം ചെയ്തു. യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ടു ജീവിച്ചിരുന്നവരായി യഹോവ ഇസ്രായേലിനു വേണ്ടി ചെയ്തിട്ടുള്ള സകല പ്രവൃത്തികളും അറിഞ്ഞവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ഇസ്രായേൽ യഹോവയെ സേവിച്ചു. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്നു കൊണ്ടുപോന്ന യോസേഫിന്റെ അസ്ഥികളെ അവർ ശെഖേമിൽ, യാക്കോബ് ശെഖേമിന്റെ അപ്പനായ ഹാമോരിന്റെ മക്കളോട് 100 വെള്ളിക്കാശെന്നു വാങ്ങിയിരുന്ന നിലത്തു അടക്കം ചെയ്തു. അതു യോസേഫിന്റെ മക്കൾക്കു അവകാശമായിത്തീർന്നു. അഹരോന്റെ മകൻ എലെയാസാരും മരിച്ചു. അവനെ അവന്റെ മകനായ ഫീനെഹാസിനു എഫ്രയീം പർവ്വതത്തിൽ കൊടുത്തിരുന്ന കുന്നിൽ അടക്കം ചെയ്തു.